നോക്കട്ടെ. ഇല്ല. ഞാൻ ഞാൻ അകത്ത് ചെയ്തോളാം. ഇത് ഇന്ന് ഓറിയന്റേഷൻ ക്ലാസ് ആണ്, പഠിപ്പിക്കുന്നുണ്ട്. അല്ല, ചെയ്ത് ഓറിയന്റേഷൻ ക്ലാസ് ആണ്, ഇന്ന് പഠിപ്പിക്കുന്നില്ല, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുള്ളൂ.
ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിയോ ക്ലിയർ ആണോ? ഓഡിയോ ക്ലിയർ ആണോ? ഒരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണേ. ഓക്കെ, എല്ലാവരും ഒന്ന് വരട്ടെ. നമുക്ക് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയാനല്ലേ. എല്ലാവരും കൂടെ ഒന്ന് വരട്ടെ കേട്ടോ. 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ. ഓക്കെ, ഹലോ, ഗുഡ് ഈവനിങ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓഡിയോ ക്ലിയർ ആണോ? ഓഡിയോ ക്ലിയർ ആണോ? സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണേ. ഓക്കെ ആണെന്ന് പറയണേ. ഓക്കെ ആണോ? സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവരും മ്യൂട്ട് ആക്കിയിട്ട് ഇരിക്കുക കേട്ടോ. കയറുമ്പോഴേ മ്യൂട്ട് ആക്കിയിട്ട് കയറുക. ഓഡിബിൾ ആണല്ലോ. ലോഗിൻ വിത്ത് ഓഡിയോ കൊടുത്തല്ലേ എല്ലാവരും കയറിയേ? എല്ലാവരും റിപ്ലൈ തരണേ. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മുടെ SSC ഓറിയന്റേഷൻ ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ SSCയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നോക്കിക്കേ, സ്റ്റാർട്ട് ചെയ്യാലോ. ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒരു മെസ്സേജ് ഇട്ടേ. മ്യൂട്ടാക്കി വെക്കണേ. മ്യൂട്ടാക്കി വെക്കുക. ഇതിലാരും വരയ്ക്കല്ലേ കേട്ടോ. സ്ക്രീനിൽ ആരും വരയ്ക്കല്ലേ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, SSC അല്ലേ? SSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണ് അല്ലേ? ഓക്കെ, SSC എന്ന് പറയുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. സോ അതൊരു സെൻട്രൽ ഗവൺമെന്റ് ബോഡിയാണ് അല്ലേ? അപ്പൊ നമുക്ക് SSCയിൽ എന്താണ്, നമ്മളിപ്പോൾ SSC പഠിക്കാൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് നല്ലൊരു സെൻട്രൽ ഗവൺമെന്റ് ജോബിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. സോ ഓരോ ലെവൽസിന്, അതായത് 10th ലെവൽ അല്ലെങ്കിൽ +2 ലെവൽ, ഗ്രാജുവേറ്റ് ലെവലിലൊക്കെ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കെല്ലാം നടത്തുന്ന ഒരു എക്സാംസ് ഉണ്ട് അല്ലേ? പല എക്സാംസ് ഇവർ നടത്തുന്നുണ്ട്. സോ അതിലെല്ലാം നമുക്ക് എന്താണ്, എക്സാം എഴുതി ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓരോ ഡിപ്പാർട്ട്മെന്റ്സിൽ അല്ലേ, നമുക്ക് എന്താണ് ഗ്രൂപ്പ് B ആൻഡ് C പോസ്റ്റുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൻട്രൽ ഗവൺമെന്റിൽ തന്നെ ഒരു ജോലി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ SSC ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് SSCയിൽ ഏതൊക്കെ എക്സാംസ് ആണ് ഉള്ളതെന്ന് നോക്കാം അല്ലേ? വേരിയസ് എക്സാംസ് ഇൻ
SSC ആണ് പറയുന്നത്. ഓക്കെ, നോക്കിക്കോ വേരിയസ് എക്സാംസ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടോ? ഓക്കെ, നോക്കിക്കേ വേരിയസ് എക്സാംസ് ഇൻ SSC. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ SSC പ്രിപ്പയർ ചെയ്യുന്നവർ, അതായത് ഈ കൊടുത്തിരിക്കുന്നത് അതിന്റെ ആ ഒരു ടഫ്നെസ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് ഫസ്റ്റ് എല്ലാവരും നമ്മൾ SSC പഠിക്കാൻ വന്നിരിക്കുന്നതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും എന്താണ്, CGL ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജോലി കിട്ടിപ്പോയവരോടൊക്കെ നിങ്ങളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ആഗ്രഹം എന്തായിരിക്കും, CGL കിട്ടുക എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം അല്ലെ. അതായത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ, അതായത് ഗ്രാജുവേറ്റ് ലെവലിൽ നടത്തുന്ന എക്സാം ആണ് ഈ പറയുന്ന CGL എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഇനി CHSL നോക്കുവാണെങ്കിൽ എന്താണ്, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ, അതായത് +2 ലെവൽ, +2 വരെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് CHSL എന്ന് പറയുന്നത്. ഓക്കെ, ഹയർ സെക്കൻഡറി ലെവൽ ആണ് അത് വരുന്നത്. ഇനി MTS ആണെങ്കിലോ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് ഗ്രൂപ്പ് അതായത് എന്താണ് 10th വരെ കംപ്ലീറ്റ് ചെയ്തവർക്ക് അല്ലെങ്കിൽ പാസ്സായവർക്കുള്ളതാണ് MTS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടും എന്താണ്, ഈ താഴേക്ക് പറഞ്ഞിരിക്കുന്ന ഈ പോസ്റ്റുകൾ ഒഴിച്ച് ഈ 3 പരീക്ഷയായിരിക്കും കൂടുതലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരും ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് SSC CGL അല്ലെങ്കിൽ SSC CHSL MTSന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാരും പഠിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, CGLന് വേണ്ടിയിട്ടായിട്ട് പഠിക്കുക. പറഞ്ഞ മനസ്സിലായോ? CGL എന്ന് പറയുമ്പം ഇപ്പൊ നോക്കിക്കേ, CGL ഞാൻ പറഞ്ഞു ഗ്രാജുവേറ്റ് ലെവലാണ്, അതായത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവല്. CHSL എന്താണ്, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ. MTS എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ആണ്. ഓക്കെ, ഇനി CPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ ആണ് കേട്ടോ. CPO അതായത് പോലീസിൽ താല്പര്യമുള്ള CRPF അതുപോലുള്ള പോസ്റ്റിലേക്ക് താല്പര്യമുള്ളവർക്കാണെങ്കിൽ CAPF CRPFിലേക്കൊക്കെ താല്പര്യമുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, CPO വഴി നമുക്ക് കയറാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് സ്റ്റെനോ എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന. സ്ലൈഡ് കാണുന്നില്ലേ? സ്ലൈഡ് കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക് ആർക്കും? പറ്റുന്നില്ലേ? ഓക്കെ, ചേഞ്ച് ആയിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, നമ്മൾ CGL ആണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്, CGL ആണ് കേട്ടോ. CGL എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണ്. സോ ഈ എക്സാം അതായത് എന്ന് പറയുന്നത് CGLന് വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നത്. CGL പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ലെവല് CHSLന്റെ ലെവൽ കുറച്ച് കുറവാണ്. കാരണം ഞാൻ പറഞ്ഞു എന്താണ്, അത് +2 ലെവലാണ് വരുന്നത്. ഇനി MTS നോക്കുവാണെങ്കിൽ അതിലും കുറച്ചുകൂടി താഴ്ന്ന ലെവലാണ് അല്ലേ. എന്താണ്, 10ാം ക്ലാസ് ആ ഒരു ലെവലാണ് MTSന് വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, CGL പഠിക്കുകയാണെങ്കിൽ നമുക്ക് CHSL അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അതേപോലെ തന്നെ MTSനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ എന്ത് ഫോക്കസ് ചെയ്ത് വേണം പഠിക്കാൻ, CGL ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓരോരുത്തരും പഠിക്കാനായിട്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? നമ്മൾ CGL പഠിക്കുവാണെങ്കിൽ നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ടാൽ മാത്രമേ, CGL കിട്ടണമെങ്കിൽ തന്നെ നല്ലോണം കഷ്ടപ്പെടണം അല്ലേ. ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നതാണ്, അതിനനുസരിച്ച് നമ്മളും കൂടി കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, CGL കിട്ടത്തുള്ളൂ. സോ ആ CGL ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ നമുക്ക് CHSL MTS ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഏത് സ്ട്രീമിൽ നമുക്ക് ഇപ്പൊ എഡ്യൂക്കേഷൻ നോക്കുവാണെങ്കിൽ CGL എന്ന് പറയുമ്പോൾ ഗ്രാജുവേഷൻ ലെവലാണ് പറയുന്നത്, ഗ്രാജുവേറ്റ് ലെവലാണ്. സോ അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എന്താണ്, ഏത് സ്ട്രീമിലായാലും നിങ്ങൾ ആ ഒരു ഡിഗ്രി പാസ്സായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി CHSL ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ +2. ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, കുറച്ച് പേർക്കൊരു ചോദിക്കാറുള്ളതാണ്, CGL കൊടുത്തു കഴിഞ്ഞാൽ CHSL അപ്ലൈ ചെയ്യാവുന്നു. നമ്മളിപ്പോൾ ഗ്രാജുവേറ്റ് ആണ്, ഡിഗ്രി പാസ്സായ ഒരാൾക്ക്
MTS കൊടുക്കാം, CHSL കൊടുക്കാം. ഈ പറഞ്ഞിരിക്കുന്ന CPO, സ്റ്റെനോ ഇതെല്ലാം നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഓരോന്നിനും ഓരോ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. ഇനി 10th വരെ പാസ്സായ ആൾക്ക് CGL-ഉം CHSL-ഉം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുമില്ല. ഓക്കെ, അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോന്ന് കൊടുക്കാൻ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇപ്പൊ നമുക്ക് CGL-ന്റെയും CHSL-ന്റെയും നമുക്ക് എക്സാം വന്നിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. സോ അത് അപ്ലൈ ചെയ്യാനുള്ള CHSL അപ്ലൈ ചെയ്യാനുള്ള ആയിട്ടുള്ള ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. 23 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാസം എനിക്ക് തോന്നുന്നു 18 വരെയാണെന്ന് തോന്നുന്നു അതിൻ്റെ ഡേറ്റ്. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അപ്ലൈ ചെയ്യുക. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, പഠിച്ചില്ല എന്ന് ചോദിച്ച് ആരും അപ്ലൈ ചെയ്യാണ്ടിരിക്കണ്ട. നമുക്ക് എന്താണ്, ഗേൾസിന് ഫീ ഇല്ല. ഓക്കെ, ഗേൾസിന് ഫീ ഇല്ല. ബോയ്സിന് എനിക്ക് തോന്നുന്നു 100 റുപ്പീസ് ഫീ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കൊടുക്കുക കേട്ടോ. എക്സാം എങ്ങനെയാണ്, ഒരു എക്സാം എഴുതിയാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ എങ്ങനെയാണ് ഈ ഇതിൻ്റെ ആ പാറ്റേൺ, അല്ലെങ്കിൽ നമുക്ക് എന്തോരം സമയം ഏത് ടോപ്പിക്ക് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ എന്തോരം ടൈം നമ്മൾ ഒരു ക്വസ്റ്റ്യന് കളയുന്നൊക്കെ നമുക്ക് ഒരു എക്സാം എഴുതിയാലേ മനസ്സിലാവത്തുള്ളൂ. സോ CGL-ന്റെയും CHSL-ന്റെയും എക്സാം വിളിച്ചിട്ടുണ്ട്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും അപ്ലൈ ചെയ്യുക കേട്ടോ. ഓക്കെ, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? CHSL-ന്റെ ആണോ ഏജ്? CHSL-ന്റെ ഏജ് ലിമിറ്റ് ആണെങ്കിൽ നമുക്ക് 18 വരെ തൊട്ട് 27 വയസ്സ് വരെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ OBC ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, OBC-ക്കും SC/ST-ക്കും ഒക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ MTS 10th ലെവലാണ്. ഇനി CPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? CPO എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ എന്താണ്, പോലീസ് ആകാൻ താല്പര്യമുള്ളവർക്ക്. അതായത് ഇവിടെ നമുക്ക് ഈ പറയുന്ന മാത്സ് ഒന്നും വലിയ പ്രശ്നമൊന്നും വരത്തില്ല. മനസ്സിലായോ? ഈ പറയുന്ന CPO ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും GK ഒക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, GK അറിഞ്ഞിരിക്കണം. പക്ഷേ CPOയ്ക്ക് ഫിസിക്കൽ ഉണ്ടായിരിക്കും. അതാണ് അവിടെ നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഫിസിക്കൽ ക്ലിയർ ആകുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അതും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ഇനി സ്റ്റെനോ എടുക്കുവാണെങ്കിൽ സ്റ്റെനോയ്ക്കും നമുക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് കണക്ക് കാര്യങ്ങളൊന്നും വരത്തില്ല. പക്ഷെ ഈ പറയുന്ന പോലെ കുറച്ച് പോർഷൻസ് ഉണ്ട്. സ്റ്റെനോയ്ക്കും കുറച്ച് പോർഷൻസ് ക്ലിയർ ചെയ്യണം. പക്ഷെ അതിൽ ഒരു വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കോഡിംഗ് ഉണ്ടല്ലോ, അതായത് ചില വാക്കുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കോഡിംഗ് വേണ്ടി നമുക്കൊരു സെപ്പറേറ്റ് ഒരു പേപ്പർ ഉണ്ട്. ഓക്കെ, സ്റ്റെനോ പഠിക്കുമ്പം എന്താണെന്നറിയാമോ, ടൈപ്പിംഗ് ബേസ് ചെയ്തിട്ടാണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരു ടെക്സ്റ്റിന് അല്ലെങ്കിൽ ഒരു സെന്റൻസിന് അവർ ചെറിയ കോഡൊക്കെ വെക്കും. അപ്പോൾ അത് നമ്മൾ വേറെ കോഴ്സായിട്ട് നമ്മൾ പഠിക്കണം. അത് ഇവിടെ വേദാന്ത റൈസിൽ കൊടുക്കുന്നില്ല. സോ അതിന് സെപ്പറേറ്റ് ഒരു കോഴ്സ് തന്നെ പഠിച്ചിട്ട് വേണം. അതിന് ആ ഒരു സെക്കൻഡ് പേപ്പർ വരുമ്പോൾ ഫസ്റ്റ് പേപ്പർ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, സെക്കൻഡ് പേപ്പർ ഇതേപോലെ കോഡിങ് വരും. സോ അത് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി JHT ആൻഡ് SHT ആണ് പറയുന്നത്. എന്താണെന്ന് അറിയാമോ? JHT ആൻഡ് SHT എന്ന് പറയുന്നത് എന്താണ്? ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ് JHT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും എന്താണ്, ലാംഗ്വേജുമായിട്ട് അല്ലെങ്കിൽ ആ ടൈപ്പ് റൈറ്റിംഗ് ആയിട്ട് ബേസ് ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ. ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സ്കിൽ ടെസ്റ്റ് കാണും. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും അതേപോലെ തന്നെ എന്താണ്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ടെസ്റ്റ് കാണും. ഓക്കെ, ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആൻഡ് സീനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ് വരുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ അല്ലേ? ഇനി JE എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ ആണ് കേട്ടോ. അപ്പൊ എഞ്ചിനീയേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. ജൂനിയർ എഞ്ചിനീയർ ആണ് ഈ ഒരു പോസ്റ്റ് JE എന്ന് പറയുന്നത്. അപ്പോൾ എഞ്ചിനീയർ പേപ്പേഴ്സ് വേണം നമുക്ക്. അതിന്റെ ഒരു പേപ്പർ എന്തായാലും ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയും അവിടെ ഒരു പ്രശ്നം വരും. ഇനി പ്രശ്നമല്ല, നിങ്ങൾക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേ, സെലക്ഷൻ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? സെലക്ഷൻ പോസ്റ്റ് നമുക്കിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡേറ്റ് കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നും. ഓക്കെ, അപ്പോൾ സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ കയറിയ ആൾക്കാർ അല്ലെങ്കിൽ SSC ഇപ്പം പല ഡിപ്പാർട്ട്മെന്റുകളുണ്ടല്ലേ, ഇൻകം ടാക്സ്, അതുപോലെ GST, അതേപോലെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ്സിൽ ഒന്നെങ്കിൽ ആ ഒരു പൊസിഷനിൽ ഇരുന്ന് ആരെങ്കിലും ചിലപ്പം എന്തെങ്കിലും പറ്റി അല്ലെങ്കിൽ എന്തായാലും ആ ഒരു പൊസിഷനിൽ നിന്നും വിരമിക്കുകയോ റിട്ടയർ ആവുകയോ അല്ലെങ്കിൽ മരിച്ചു പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് വേക്കൻ്റ് ആയിട്ട് കിടക്കും അല്ലേ.
അപ്പോൾ അങ്ങനെ വരുമ്പം ആ ഒരു സ്പേസ് എല്ലാം കൂടി ഇട്ട്, അതായത് ആ ഒരു അത്രയും പോസ്റ്റുകൾ അവരെന്ത് ചെയ്യും, സെലക്ഷൻ പോസ്റ്റുകളായിട്ട് വിളിക്കും. ഓക്കെ, അത്രയും വേക്കൻസി വരുമ്പോഴത്തേക്കും ചിലപ്പം ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ചിലപ്പോൾ ഒരു വേക്കൻസി ആയിരിക്കും, പറഞ്ഞാൽ മനസ്സിലായോ? അല്ലെങ്കിൽ OBCക്ക് ഇപ്പോൾ 2 വേക്കൻസി, അല്ലെങ്കിൽ ജനറലിന് 3 വേക്കൻസി, ഇങ്ങനത്തെ രീതിയിലായിരിക്കും, അതുപോലെ കുറഞ്ഞതായിരിക്കും. പക്ഷെ അവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സെലക്ഷൻ പോസ്റ്റ് വഴി കയറുകയാണെങ്കിൽ ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ. ആ ഒരു ഒറ്റ എക്സാമിൽ കൂടെ നമുക്ക് സെലക്ഷൻ പോസ്റ്റിലേക്ക് കയറാനും സാധിക്കും. പറഞ്ഞ മനസ്സിലായോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നേ? ഓക്കെ അല്ലേ? അപ്പൊ സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ഡേറ്റ് കഴിഞ്ഞോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഈ ഇടയ്ക്ക് വരെ സെലക്ഷൻ പോസ്റ്റിന്റെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ കുറേ ഇതിലുണ്ട്, അതായത് കർണാടക റീജിയൺ, അതുപോലെ മധ്യപ്രദേശ്, അങ്ങനെ പല റീജിയണിലും നമുക്ക് കൊടുക്കാം. ഓക്കെ, അത് അവിടോട്ടൊക്കെ ആയിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. എന്നാൽ കൂടി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ക്വാളിഫിക്കേഷൻ, ഓരോ പോസ്റ്റിനും ഓരോ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇതുപോലെ തന്നെ എന്താണ്, 1-2 വേക്കൻസി മാത്രമേ അതിൽ കാണത്തുള്ളൂ. പക്ഷേ എന്താണ് അവിടെ നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒറ്റ എക്സാമിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡയറക്റ്റ് ആ ഒരു പോസ്റ്റിലേക്ക് കയറാനും പറ്റും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഡൽഹി പോലീസ് ആണ് കേട്ടോ, ഡൽഹി PC ആണ്. ഡിഗ്രി പ്രൊവിഷൻസി, അതായത് ഡിഗ്രി പാസ് ആവണം, പറഞ്ഞാൽ മനസ്സിലായോ? ഡിഗ്രി പാസ്സായ മാർക്ക് എന്തായാലും CGPA, നമ്മളിപ്പം ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുമ്പം ഡിഗ്രിയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അവിടെ CGPA ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഫൈനൽ റിസൾട്ട് വരുന്ന ആ ഒരു മാർക്കാണ് നമ്മൾ വെക്കേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായോ? അത് കുഴപ്പമില്ല, പ്രൊവിഷൻസി നമുക്ക് തൽക്കാലം നമുക്കത് വെച്ചാൽ മതി. ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ്, അല്ലെങ്കിൽ ഇത്രയും എക്സാമുകളാണ് നമുക്ക് വരുന്നത്. പോസ്റ്റുള്ള ഇത്രയും എക്സാമുകളാണ് നമുക്ക് SSCയിൽ വരുന്നത്. ഇതിൽ ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അപ്പൊ എല്ലാരും എന്ത് ചെയ്യുക, CGL വേണ്ടി പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. CGL വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞല്ലോ, CPO ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മാത്സിൽ വീക്കാണ്, കുറച്ച് പേര് മാത്സിൽ വീക്കായിരിക്കും, കുറച്ച് പേര് എന്താണ് GK വീക്കായിരിക്കും, ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും പാട്. പലർക്കും പല രീതിയാണ്. നമ്മൾ ചിലപ്പം +2 ഫുൾ A+ ഉണ്ട്, അല്ലെങ്കിൽ ഡിഗ്രിക്ക് ഇത്രയുണ്ട്, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഇവിടെ വരുമ്പം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. എല്ലാവരും അതേപോലെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ അവരെയൊക്കെ മറ്റുള്ളവരെ കമ്പയർ ചെയ്യാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം റാങ്ക് ഹോൾഡർ ആണോ, അല്ലെങ്കിൽ പല രീതിയിൽ എന്താണ് ചിലപ്പം ഏറ്റവും മാർക്ക് കുറഞ്ഞ ആൾക്കാർ കാണും. അപ്പോൾ പക്ഷേ അവർക്ക് ചിലപ്പം മൈൻഡ് കാൽക്കുലേഷൻ ഒക്കെ ഇതിൽ നമുക്ക് കുറച്ചുകൂടി എന്തായിരിക്കും യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ എന്തായിരിക്കും നമുക്ക് ചിലപ്പം അങ്ങനെ മാർക്ക് കുറഞ്ഞ ആളാണ്, അല്ലെങ്കിൽ ഇത്ര മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പഠിക്കുമ്പോൾ അത്രേ ഉള്ളായിരുന്നു, അതൊന്നും വിചാരിക്കേണ്ട. ഇവിടെ നമുക്ക് വളരെ വ്യത്യാസമാണ്. കാരണം ഇവിടെ നമ്മൾ എങ്ങനെയാണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ വളരെ കുറച്ച് സമയത്ത് എങ്ങനെയാണോ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതൊക്കെ അനുസരിച്ചിരിക്കും നമുക്ക് മാർക്ക് വരുന്നത് കേട്ടോ. അതേ അനുസരിച്ച് നമ്മുടെ പൊസിഷൻസ് വരികയും ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു മാർക്ക് കൂടുകയും ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുക, നിങ്ങൾ തന്നെ വർക്ക് ചെയ്യണം. ഓക്കെ, അതായത് ആരും കമ്പയർ ചെയ്യരുത്, നമ്മൾ തന്നെ ഇരുന്ന് എന്ത് ചെയ്യുക, എക്സ്ട്രാ ഇവിടെ പഠിപ്പിക്കുന്നത് മാത്രമല്ല, അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ട്രാ നമ്മൾ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യണം. അതേപോലെ ഇതിന് വേണ്ടിയിട്ട് ഇരുന്ന് പ്രിപ്പയർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് പറ്റുന്ന പോസ്റ്റ് അനുസരിച്ച് നോക്കുക. ഓക്കെ, CGL തന്നെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, CGL വേണ്ടി പ്രിപ്പയർ ചെയ്താൽ ബാക്കിയുള്ളത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, CGL കുറച്ചുകൂടെ ലെവൽ കുറഞ്ഞതാണ് +2, അതിൻ്റെയും കൂടെ കുറച്ച് ലെവൽ കുറഞ്ഞാണ് MTS വരുന്നത്. ഇനി ഓരോന്നും നമുക്ക് എടുത്തെടുത്ത് പറയാം, എന്തൊക്കെയാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് ഞാൻ പറയാം കേട്ടോ. സെലക്ഷൻ പോസ്റ്റ് സിലബസ് CGL പോലെയാണ്. അതെ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ എക്സാമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഒറ്റ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ എങ്ങനെയായിരിക്കും ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന്. അത് മാത്രമല്ല, ഒറ്റ വേക്കൻസി അല്ലെങ്കിൽ 2 വേക്കൻസി, ഇത്രയേ ഉള്ളൂ വേക്കൻസിയൊക്കെ. ഒരു 5-6 ചിലപ്പോൾ അത്രയും വേക്കൻസിയാണ് മാക്സിമം വരുന്നത്. അപ്പോൾ ഈ ഒരു വേക്കൻസിയിൽ ആ ക്വസ്റ്റ്യൻസ് ഒറ്റ എക്സാം വഴി കയറി ആ ഒരു ഡയറക്റ്റ് പോസ്റ്റിലേക്ക് വരുന്നതാണ്. ചിലപ്പോൾ എളുപ്പമായിരിക്കാം, ചിലപ്പം നമുക്ക് പഠിച്ചിട്ട് പോയാൽ നമുക്ക് ചിലപ്പോൾ എല്ലാം ഈസി ആയിട്ടല്ലേ തോന്നത്തുള്ളൂ. പഠിക്കാതെ പോയാൽ എല്ലാം നമുക്ക് വളരെ ടഫായിട്ടും തോന്നും. സോ നമ്മൾ അത് പഠിച്ചിട്ട് പോകുന്ന അനുസരിച്ചിരിക്കും, മനസ്സിലായോ? ഈ സിലബസ് തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ, ഈ സിലബസ് തന്നെയായിരിക്കും, അതിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ നോക്കിക്കേ, ഇനി ഇമ്പോർട്ടൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരോട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ SSC പഠിക്കുമ്പോൾ ഓരോരുത്തരും ചിലപ്പോൾ കയറി പോയിട്ടുള്ള പോസ്റ്റുകൾ നോക്കാം. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, C&AG. ഓക്കെ,
പറഞ്ഞ മനസ്സിലായോ? അതായത് ഓഡിറ്റ് ഓഫീസർ ആയിട്ട് കയറുന്ന ആൾക്കാരുണ്ട്, ചിലർക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ് പഠിക്കുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായോ? ഓഡിറ്റ് ഓഫീസർ ആവണം എന്ന് പറഞ്ഞ് കയറുന്നവരുണ്ട്. അതുപോലെ നോക്ക് CBDT അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്, ടാക്സ് ഒക്കെ ഇല്ലേ, ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു CBDT വരുന്നത്. CBIC എന്ന് പറയുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ആണ്. ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ. പിന്നെ കണ്ടോ CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് അല്ലെ, നാർക്കോട്ടിക്സ് കേട്ടിട്ടില്ലേ? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. പിന്നെന്താ അതർ മിനിസ്ട്രി ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് എക്സാം എഴുതി ചിലപ്പോൾ കയറാനായിട്ട് പറ്റുന്നത്, മനസ്സിലായോ? ഇപ്പൊ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ആണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിനൊക്കെ സെപ്പറേറ്റ് പേപ്പർ നമ്മൾ മീൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതിനൊരു പേപ്പർ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതിൽ എന്താണ് വേണ്ടത് അല്ലെങ്കിൽ ഇതിൽ എന്താണ് ആവേണ്ടത് എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. പറഞ്ഞാൽ മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഇതാണ് ഡിപ്പാർട്ട്മെന്റ്, നോട്ട് ചെയ്ത് വെച്ചോ. അതായത് നമുക്ക് SI ടെസ്റ്റിലൊക്കെയാണ് വരുന്നത് കേട്ടോ. മീൻസ് CBI SIയിലൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന ഫിസിക്കൽ വരുന്നത്. ഫിസിക്കൽ എല്ലാം ഈ പറയുന്ന പോലെ പോലീസ് ഇതുപോലുള്ള പൊസിഷൻസിലുള്ള ഇതിലേ വരത്തുള്ളൂ കേട്ടോ. CGL റാങ്ക് ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും, അതായത് ഇത്ര വേക്കൻസി കാണുമല്ലോ ഓരോ പൊസിഷനിലും, അല്ലെങ്കിൽ CGL ഇപ്പം റാങ്ക് ലിസ്റ്റ് വന്നു, ചിലപ്പോൾ അതിനകത്ത് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. അത് നമ്മുടെ റാങ്ക് അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് ആവും. പറഞ്ഞ മനസ്സിലായോ? ഓരോ റാങ്ക് അനുസരിച്ചിട്ട് ഓരോ വേറെ വേറെ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും നമുക്ക് വരുന്നത്. ഓരോ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പം നല്ല മാർക്കുള്ളവർക്ക് കുറച്ചുകൂടി നല്ല, അവർക്ക് ചിലപ്പം ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടുന്നവർക്ക് അവർക്ക് തന്നെ അവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അവർക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും, മനസ്സിലായോ? അങ്ങനെയും വരും. ആ, ഡിസബിലിറ്റി അല്ലെങ്കിൽ റിലാക്സേഷൻ, അതായത് സ്ക്രൈബ് ഫെസിലിറ്റി ഉണ്ട്. അതെന്ന് പറയുമ്പോൾ എക്സാമിനാണെങ്കിൽ ഇപ്പോൾ 20 മിനിറ്റ് എക്സ്ട്രാ ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, സ്ക്രൈബ് വെക്കുന്നവർക്ക് 20 മിനിറ്റ് എക്സ്ട്രാ കാണും. ഓക്കെ, പിന്നെ ഏജ് റിലാക്സേഷൻ, എല്ലാ എക്സാമിനും ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ OBCക്ക് ആണെങ്കിൽ അവർ കൊടുത്തിരിക്കുന്നത് 3 ഇയേഴ്സ് ആണ് OBCക്ക് പറഞ്ഞിട്ടുള്ളത്. SC STക്ക് എനിക്ക് തോന്നുന്നു 5 ഇയേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇപ്പോൾ MTS എന്ന് പറയുമ്പം 27 വയസ്സ് വരെയാണ് MTS എഴുതാൻ പറ്റുന്നത്, മനസ്സിലായോ? അപ്പോൾ ഏജ് റിലാക്സേഷൻ വരുമ്പോൾ ഇപ്പോൾ OBC കാറ്റഗറിക്ക് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഏജ് റിലാക്സേഷൻ വെച്ചിട്ട് 30 വയസ്സ് വരെ അവർക്ക് എഴുതാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇപ്പം SSC CGL ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോസ്റ്റിൽ വേണ്ടേ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആയിട്ട് കയറാൻ പറ്റും. ഓക്കെ, ഓഡിറ്റർ ആയിട്ട് കയറാൻ പറ്റും, AAO ആയിട്ട്, അസിസ്റ്റന്റ് ഓഡിറ്റർ ആയിട്ട് കയറാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഒരു SSC CGL നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണ് പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് പോസ്റ്റുകളാണ്. ഇതൊക്കെയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്, മനസ്സിലായോ? ഇങ്ങനെയുള്ള പോസ്റ്റ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ MTS നോക്കുവാണെങ്കിൽ അതൊരു 10th ലെവലാണ് വരുന്നത് അല്ലേ. MTS എന്ന് പറയുമ്പോൾ 10th ലെവലാണ്. അവിടെ ചിലപ്പം നമുക്ക് നോക്കുമ്പോൾ പ്യൂൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഹവൽദാർ പോസ്റ്റ് ഉണ്ട്, അതുപോലെ ഓപ്പറേറ്റർ ആയിട്ട് കയറാം. അപ്പോൾ അത് എന്ത് ചെയ്യും, ഈ ലെവൽസ് എല്ലാം കുറയുന്നതനുസരിച്ച് നമ്മൾക്ക് ഇതേപോലെയുള്ള പോസ്റ്റ്, പക്ഷേ എല്ലാം നോക്കുമ്പം നമുക്ക് എന്താ, സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് ജോബാണ് കിട്ടുന്നത്, ഒരു പ്രശ്നവും ഇല്ല അല്ലേ. സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമില്ല. പക്ഷേ പോസ്റ്റുകൾ വരുമ്പോൾ ഇങ്ങനെയാണ്. 10th ലെവൽ ആകുമ്പോൾ കുറച്ചും കൂടി ലെവൽ താഴെ ആയിരിക്കും. ഇപ്പോൾ 12th ആണെങ്കിൽ നമുക്കിപ്പം LD ക്ലർക്ക് അല്ലെ, LD ക്ലർക്ക് പോലുള്ള പോസ്റ്റുകളൊക്കെ നമുക്ക് വരും. DEO അല്ലെങ്കിൽ PA SA പോലുള്ള പോസ്റ്റുകളൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഓഡിറ്റ് അക്കൗണ്ട്സിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇതിൻ്റെ എല്ലാം ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഓഡിറ്റ് അക്കൗണ്ട്സിനൊക്കെ എന്ന് പറയുമ്പം എന്തായാലും ഈ പറയുന്ന പോലെ 4 പേപ്പേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, 4 സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് അറിയാവോ? ഒന്ന് QA, ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഒന്ന് റീസണിങ്, ഒന്ന് ഇംഗ്ലീഷ്, പിന്നെന്താ, ഒന്ന് ഈ പറയുന്ന പോലെ GK. ഓക്കെ, അപ്പം ഈ 4 വിഷയവും പഠിച്ചിരിക്കണം. പറഞ്ഞാൽ മനസ്സിലായോ? ഈ 4 പഠിക്കണം. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സ്റ്റെനോ എടുക്കുകയാണെങ്കിൽ അവിടെ കൂടുതലും കോഡിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതേപോലെ ബേസിക് ആയിട്ട് ഒരു പേപ്പർ ക്ലിയർ ചെയ്യണം. ടയർ 1 എന്തായാലും ക്ലിയർ ചെയ്യുമ്പം അതിൽ 4 സെക്ഷനായിട്ട്, അതായത് 4 സെക്ഷൻ അല്ല, 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ എല്ലാം കൂടെ ചേർത്ത് മൊത്തം 100ലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പേപ്പർ വരുന്നത്. എല്ലാം ടയർ 1ലും ടയർ 1ന്റെ ക്വസ്റ്റ്യൻസും 100ലാണ് വരുന്നത്. ഓക്കെ,
അപ്പൊ ഇതിൽ ഈ 4 പേപ്പേഴ്സും വരും. ഏതൊക്കെയാ? ഒന്ന് QAയും റീസണിങ്ങും പിന്നെ GKയും ഇംഗ്ലീഷും. ഈ 4ഉം 25 ക്വസ്റ്റ്യൻ വെച്ചിട്ട് തരും. ഓക്കെ. അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ മാത്സിനാണ് വീക്ക് ആയിട്ടുള്ളവർ അവർ ഇപ്പം പോലീസിൽ കയറുക, പോലീസ് CPO നോക്കുക. CPO നോക്കും, പക്ഷെ അവിടുത്തെ എന്താണ് ഫിസിക്കൽ അവിടെ ക്ലിയർ ആവണം. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? ഈ കാര്യം ഇതെല്ലാം ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. കേരളത്തിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ, അതായത് ഇപ്പം നമ്മൾ എക്സാം കൊടുക്കുമ്പോഴേ നമ്മൾ വെക്കുന്നത് എവിടെയാണോ അവിടെ ആയിരിക്കും നമുക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത്. ഇപ്പം നമ്മൾ വേക്കൻസി അനുസരിച്ച് കൊടുക്കുകയാണെന്ന് വിചാരിച്ചു, അവിടെ ആയിരിക്കും അപ്പം നമുക്ക് ആദ്യം പോസ്റ്റിംഗ് വരിക. പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ എവിടെയാണോ വെക്കുന്നത് അതനുസരിച്ചായിരിക്കും കിട്ടുന്നത്. ആ ഇപ്പൊ GK എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒന്ന് നോക്കിക്കോ. ഇപ്പൊ CGL ആണ് എടുക്കുന്നത്. ഓക്കെ, CGL എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാവേ. നോക്കിക്കേ, ഇവിടെ നമ്മളിപ്പോൾ CGL ആണ് എടുത്തിരിക്കുന്നത്. CGL എന്ന് പറയുമ്പം CGLന്റെ ഫസ്റ്റ് ടയർ കൊടുത്തിരിക്കുന്നത് എന്താണ്? ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. സോ ഇതിൽ 25 മാർക്കിനാണ് ഈ ഒരു ഈ ഒരു പേപ്പർ ചോദിക്കുന്നത്. ഓക്കെ, ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് 25 മാർക്കാണ്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം, അങ്ങനെ 50ലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, 50 മാർക്കാണ് വരുന്നത്. ഓക്കെ അല്ലേ? 25 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം, അങ്ങനെ 50 മാർക്കാണ് വരുന്നത്. ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെ വരുമെന്ന് അറിയാവോ? കറണ്ട് അഫയേഴ്സ് വരും. ഓക്കെ, GK എന്ന് പറയുന്നത് മനസ്സിലാക്കിക്കോ. കറണ്ട് അഫയേഴ്സ്, അതെ, കറണ്ട് അഫയേഴ്സ്, പിന്നെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഈ 25 മാർക്കിന്റെ പേപ്പർ, സോറി, ഈ 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. പറഞ്ഞാൽ മനസ്സിലായോ? അതെ, നമ്മൾ ഇവിടെ ഫസ്റ്റ് നാളെ നമ്മൾ ടോപ്പിക് വൈസ് സ്റ്റാർട്ട് ചെയ്യും. നാളെ നമ്മൾ വേദിക് മാത്സ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മുടെ റെക്കോർഡ് സെഷൻ നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോകുന്നത്. മാത്സ് നമ്മൾ എടുക്കുന്നതായിരിക്കും. ഉറപ്പായിട്ടും മാത്സ് ആണ് കൂടുതലും നമുക്ക് ഈ ഒരു ബേസിക് ക്ലാസ്സിൽ വരുന്നത്. ഓക്കെ, നമ്മൾ എന്തായാലും എടുക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. സോ നോക്കിക്കോ, നമ്മൾ CGL ആണ് പറയുന്നത്. സോ ഫസ്റ്റ് സബ്ജക്ട് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. 25 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അങ്ങനെ 100 ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ വരുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് ഓരോന്നിനും 2 മാർക്ക് വീതം, 50 50 50, എത്രയാ? 200ലാണ് വരുന്നത്. കണ്ടോ? ടൈം കൊടുത്തിരിക്കുന്നത് ടോട്ടൽ 1 അവേഴ്സിലാണ് 100 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് പറഞ്ഞിരിക്കുന്നുണ്ടോ 1 hour and 20 minutes ഫോർ ദ കാൻഡിഡേറ്റ്സ് എലിജിബിൾ ഫോർ സ്ക്രൈബ്. സ്ക്രൈബ് ഉള്ളവർക്ക് 20 മിനിറ്റ് എക്സ്ട്രാ ആയിരിക്കും തരുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ ടയർ 1 ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ടോട്ടൽ 200ലായിരിക്കും മാർക്ക് വരുന്നത്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞേ? പിന്നെ കട്ട് ഓഫ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ഓഫിനെ പറ്റിയിട്ട് അറിയണമെങ്കിൽ നമുക്കിപ്പോൾ കട്ട് ഓഫ് ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എന്നനുസരിച്ചിരിക്കും. അതുപോലെ ക്വസ്റ്റ്യന് ആ റീജിയന് എത്രത്തോളം ആൾക്കാർ അവിടെ എഴുതിയിട്ടുണ്ട്, ഇതിനെ എല്ലാം അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഓരോ റീജിയണിലും നമുക്ക് കട്ട് ഓഫ് കൊടുക്കുന്നത്. അത് എത്രയാണെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മനസ്സിലായോ? എക്സാം കഴിഞ്ഞ് പിന്നീടേ നമുക്കത് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു റീജിയണിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഇത്ര ആൾക്കാർ എഴുതിയിട്ടുണ്ട്, അതേപോലെ അത്ര ടഫായിരുന്നോ അല്ലെങ്കിൽ ഈസി ആയിരുന്നോ അല്ലെങ്കിൽ മീഡിയറ്റ് ലെവലായിരുന്നോ, ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ, മീൻസ് അതെല്ലാം അറിഞ്ഞ് കണക്ക് കൂട്ടിയിട്ടായിരിക്കും അവരൊരു കട്ട് ഓഫ് മാർക്ക് ഇടുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്കത് പറയാനായിട്ട് പറ്റത്തില്ല. ടയർ 1 ഇത് സെക്ഷണൽ കട്ട്, ഈ സെക്ഷണൽ കട്ട് ഓഫ് ഒന്നുമില്ല, ഒറ്റ സെക്ഷനായിട്ടാണ്. ഇത് 3ഉം കൂടി ഒറ്റ എക്സാമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം QA ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കുറച്ച് ബോറടിച്ചു, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ജനറൽ അവയർനെസ് എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഇംഗ്ലീഷ് നോക്കാം. അപ്പം ഏത് വേണേലും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഒറ്റ പേപ്പറാണ് കേട്ടോ. ഈ ടയർ 1 പോലെ തന്നെയാണ് സെലക്ഷൻ പോസ്റ്റ് എക്സാം വരുന്നത്. ഒറ്റ എക്സാമാണ്, നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം. ക്വസ്റ്റ്യൻ്റെ ലെവൽ ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും, അത്രേ ഉള്ളൂ. നെഗറ്റീവ് ഉണ്ട് കേട്ടോ, നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഈ 7.1 7.2 അത് കൊടുത്തിരിക്കുന്നതിൻ്റെയാണ്, അത് നോക്കണ്ട കേട്ടോ. ഇത്രയുള്ള ടയർ 1 ടയർ 2 എല്ലാം സിലബസ് സെയിം ആയിരിക്കും.
പിന്നെ നമുക്ക് CGL അടുത്ത ടയർ 2 വരുമ്പോഴത്തേക്കും അവിടെ ചെറിയ വ്യത്യാസങ്ങൾ കാണും കേട്ടോ. ടോപ്പിക്സിൽ ചെറിയ വ്യത്യാസം കാണും. കാരണം അവിടെ പ്രോബബിലിറ്റി അതുപോലുള്ള ലോജിക്കൽ റീസണിങ് അതുപോലുള്ള കുറച്ച് പോർഷൻസ് അതിനകത്തൂടെ ഇൻക്ലൂഡ് ആകാറുണ്ട് കേട്ടോ. പ്രോബിലിറ്റി പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവിടെ വരും. ഓക്കെ. PSC എക്സാമിൻ്റെ അതായത് നമുക്ക് എല്ലാവരും പറയുന്നത് കേട്ടില്ലേ, SSC പഠിക്കുകയാണെങ്കിൽ, കാരണം നമ്മൾ കുറച്ചും കൂടി ലെവൽസ് കൂടുതൽ, അതായത് എല്ലാ GKയും കവർ ചെയ്തിട്ടാണ് പോകുന്നത്. അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഓരോ പോർഷൻസിൻ്റെയും എന്താണ് GK ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാം കവർ ചെയ്യാമെന്ന് ചോദിച്ചാൽ GK ഒക്കെ നമുക്ക് കാണാതെ പഠിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? അതായത് കംപ്ലീറ്റ് ആക്കി നമുക്ക് വെക്കാനായിട്ട് പറ്റും. കാരണം അത് നമുക്ക് ചേഞ്ച് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പിന്നെയും പേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സാണ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പം ഓരോ മാസവും അത് ചേഞ്ച് ചെയ്യും അല്ലേ. ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ അടുത്ത മാസത്തെ എക്സാം വരുവാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആ അടുത്ത മാസം ആ തലേദിവസം വരെ ഉള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. മനസ്സിലായോ? കറണ്ട് അഫയേഴ്സിനാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കേണ്ടത്. GK ഒക്കെ ഓൾറെഡി അത് അങ്ങനെയാണ്, നമ്മളത് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നോട്ട് പണ്ട് ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ പണ്ടേ ഉള്ള കാര്യങ്ങളാണ്. അത് ഓൾറെഡി അതിന് ഇനി മാറ്റം വരത്തില്ല. മനസ്സിലായോ? അതൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നേ? അപ്പം മെയിനായിട്ട് പഠിക്കേണ്ട കാര്യം ഈ ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് GKയും കറണ്ട് അഫയേഴ്സും കൂടെ ചേർന്നിട്ടുള്ളതാണ് കേട്ടോ. കറണ്ട് അഫയേഴ്സ് എത്ര ഇയേഴ്സ് നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇപ്പം 6 മന്ത്സ് ആണ് പറയുന്നത്. പക്ഷേ 6 മന്ത്സ് നോക്കിയാൽ പോരാ. ഇപ്പം ഇത്തവണ എഴുതുന്ന എക്സാം ആണെങ്കിൽ 2024 തൊട്ടുള്ള ഇപ്പം എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ വരെ ഉള്ളത് നോക്കുന്നത് നല്ലതായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? ചിലപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പം പത്മശ്രീ കിട്ടിയ 2021 ഇന്ന ആള് ഇന്ന ഇതിന് എന്താണ് പത്മശ്രീ കിട്ടി, അത് ആരാണെന്ന് ചോദിച്ചാൽ 2021 ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുമോ? അത് ഓരോ വ്യക്തികളെയും നമ്മൾ പഠിക്കുന്നതനുസരിച്ചിരിക്കും. മനസ്സിലായോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരാൾക്ക് എന്താണ് പത്മശ്രീ അങ്ങനെയുള്ള പോർഷൻസ് ഒക്കെ വരുമ്പോൾ ആ ഇയർ സഹിതം പഠിക്കണം. അപ്പോഴേ നമുക്ക് ഈ 2021 ഒക്കെ എടുത്ത് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ കറണ്ട് അഫയേഴ്സ് ഒരു 2024 തൊട്ട് ഈ മാസം വരെ ഉള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഈ വരുന്ന എക്സാമിനൊക്കെ ഉപകാരമായിരിക്കും കേട്ടോ. 6 മന്ത്സ് എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, നമുക്ക് അത് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. 2024 തൊട്ട് എന്താണ് ഈ ഒരു ഇവിടെ വരെ നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? ജനറൽ അവയർനെസ് ഇറ്റ് കണ്ടെയ്ൻസ് ഏതാണ്? മാർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോർഷൻസ് എല്ലാം കൂടെ ചേർത്താണ് 25 മാർക്കിൽ ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ. അപ്പോൾ 25 മാർക്കിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബയോളജിയിൽ ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ 1 ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. മനസ്സിലായോ? കമ്പ്യൂട്ടർ ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടയർ 1 വരുന്നില്ല. ഇപ്പോൾ ടയർ 2 നോക്കിക്കേ. ടയർ 2 3 പേപ്പറാണ് കണ്ടോ. പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3. ഓക്കെ. അപ്പോൾ അതിൽ ഫസ്റ്റ് സെഷൻ നോക്കിക്കേ. സെഷൻ 1 2 മണിക്കൂറും 15 മിനിറ്റിൻ്റെ എക്സാമാണ് നമുക്ക് വരുന്നത്. ഓക്കെ, സെഷൻ 1. അപ്പം അതിൽ 3 സെക്ഷനായിട്ടാണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പം 3 സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇത് ഒരു സെക്ഷണൽ ആയിട്ടുള്ള മാർക്കാണ് വരുന്നത് കേട്ടോ. അതായത് ഒന്ന് മാത്സും പിന്നെ റീസണിങ് കൂടെ ചേർന്ന ഒരു പേപ്പറാണ്. ഇതിൻ്റെ ടൈം എന്താണ്? ഈ പറയുന്ന എത്രയാണ്? 30 അല്ലേ. 30 മാർക്ക്, 30 ക്വസ്റ്റ്യൻസ് ആണ്. സോ 30 മാർക്കാണ്. അങ്ങനെ എത്രയാണ്? ടോട്ടൽ 60. 30 രണ്ടും കൂടി ചേർത്ത് 30 ടോട്ടൽ 60ലാണ് ഈ ഒരു എന്താണ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതം ടോട്ടൽ 180 മാർക്കിലാണ് ഈ ഫസ്റ്റ് സെക്ഷൻ വരുന്നത്. മനസ്സിലായോ? എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രമേ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റൂ. അല്ലാതെ സ്കിപ്പ് ചെയ്ത് ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ടയർ 1 നമ്മൾ പറഞ്ഞായിരുന്നു സ്കിപ്പ് അടിച്ച് നമുക്ക് ഇപ്പുറത്തോട്ട് വരാം അല്ലേ. GK എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലേക്ക് കയറാൻ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ ഈ പറയുന്ന സെക്ഷൻ 1 കംപ്ലീറ്റ് ആയാലേ സെക്ഷൻ 2 വരത്തുള്ളൂ. ഓക്കെ, സെക്ഷൻ 2 ഇത് രണ്ടും ഈ ഒരു മണിക്കൂറാണ്. അതായത് 2 hour and 50 minutes ആണ് ഈ ഒരു 3 സെക്ഷനും കൂടി വരുന്നത്. ആൻഡ് സെക്ഷൻ 2 എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, പിന്നെന്താ ജനറൽ അവയർനെസ്. ഇങ്ങനെ ഇത് രണ്ടും കൂടെ ചേർന്ന് ഇംഗ്ലീഷ് 45 ക്വസ്റ്റ്യനും ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യനും, അങ്ങനെ 70 ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് ചെയ്ത് അങ്ങനെ 210 വരുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? 100 ക്വസ്റ്റ്യനിൽ 60 മിനിറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമുക്ക് GK എടുക്കുകയാണെങ്കിൽ ഓക്കെ, GK ഇംഗ്ലീഷും നമുക്ക് ഇപ്പം GK നോക്കുക, ഓരോ ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ ടിക്കറ്റ് അങ്ങ് പോവാം അല്ലേ. പക്ഷേ ഇംഗ്ലീഷും അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ടി വരത്തില്ല. പക്ഷേ ആ സമയമൊക്കെ നമ്മൾ എങ്ങോട്ടേക്ക് യൂസ് ചെയ്യണം?
ഈ പറയുന്ന പോലെ മാത്സ് ഒക്കെ ചെയ്യാൻ അല്ലെ, ട്രിഗ്നോമെട്രി, ജോമെട്രി പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ അതിലേക്ക് ഈ ജി കെയുടെ ഒക്കെ സമയം നമുക്ക് അറിയാമെങ്കിൽ മാത്രം ഇവിടെ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണം. പറയാൻ മനസ്സിലായോ? ഈ മോക്ക് ചെയ്യാൻ പറയുന്നത് എന്തിനാണെന്നറിയാവോ? നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള കഴിവും കൂടെ വേണം. അറിയത്തില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണം ഉറപ്പായിട്ടും, അല്ലേ? അല്ലാതെ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി അതിൽ വേണ്ടിയിട്ട് ഒത്തിരി സമയം നമ്മൾ കളയാൻ പാടില്ല. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ സമയം പോകും. ഈ 60 മിനിറ്റ് പറ്റാതെ വരും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോ ദിവസവും ഓരോ മോക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ എക്സാം പാറ്റേണും നമുക്ക് മനസ്സിലാവും. ആ ഒരു 60 ക്വസ്റ്റ്യൻ എങ്ങനെ പോയാലും 60 ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ കണ്ടിരിക്കണം. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അതായത് ആ ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ കണ്ടിരിക്കണം. ചിലപ്പോൾ ലാസ്റ്റൊക്കെ ആയിരിക്കും നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത്. അറിയത്തില്ലെങ്കിൽ അപ്പം തന്നെ സ്കിപ്പ് അടിച്ച് പോയേക്കണം. മനസ്സിലായോ? ഇനി നോക്കിക്കേ, എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് തന്നെയാണ് വരുന്നത് കേട്ടോ. എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. ഓൺലൈനായിട്ടായിരിക്കും എക്സാം വരുന്നത്. ഓക്കെ, നമുക്കൊരു സെൻറ്റർ വെക്കും. നമ്മൾ ആ സെൻറ്ററിൽ പോയിരുന്ന് എക്സാം എഴുതും. ഓക്കെ, നമ്മുടെ സ്ക്രീൻ വരും. സ്ക്രീനിൽ വന്നിട്ട് കറക്റ്റ് ടൈം ഔട്ട് ആകുമ്പോൾ അത് തനിയെ ഓഫ് ആയിക്കോളും. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ഈ സെക്ഷൻ 1 കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെക്ഷൻ 2ലേക്ക് കയറും. ഓക്കെ, അതിനവർ ടൈം വെച്ചിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ പിന്നെ ജനറൽ അവയർനെസ്സും കൂടെ ചേർന്നാണ് 210. ടോട്ടൽ ഇത് എത്രയാ? 390 മാർക്ക് വരുന്നത്. എന്നാൽ ഇവിടെ സെക്ഷൻ കണ്ടോ, കമ്പ്യൂട്ടർ നോളജ് ഉണ്ട് 20 20-ൽ എന്താണ്, 20-ന് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 3 മാർക്ക് വീതം 60. ഇതിൽ അവരൊരു മിനിമം കട്ട് ഓഫ് വെക്കും. അത് നമ്മൾ ജസ്റ്റ് ക്ലിയർ ആവണമെന്നേ ഉള്ളൂ. ഇത് ഇങ്ങോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ഈ ഒരു കമ്പ്യൂട്ടർ നോളജ് നമ്മൾ ജസ്റ്റ് പാസ്സാകണം കേട്ടോ, പാസ്സാകണം. പക്ഷെ നമുക്ക് ഇവിടെ എന്താണ്, ഈ ഒരു കമ്പ്യൂട്ടർ നോളജിന്റെ മാർക്ക് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യത്തില്ല. ടോട്ടൽ ഈ ഒരു 390 മാർക്കേ വരത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ ആണോ? കമ്പ്യൂട്ടർ നോളജ് പാസ്സാവണം കേട്ടോ, കമ്പ്യൂട്ടർ നോളജ് പാസ്സാകണം. പാസ്സാകാതെ പറ്റത്തില്ല, പക്ഷെ ഈ മാർക്ക് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. 390-ൽ ഈ 2 മാർക്ക് മാത്രമേ എടുക്കത്തുള്ളൂ. SSCക്ക് പ്രിപ്പയർ ചെയ്താൽ PSCക്ക് എളുപ്പമായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ PSC ചോദിക്കുമ്പോൾ നമുക്ക് കേരളവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മലയാളമൊക്കെ നമുക്ക് അവിടെ വരും അല്ലേ? പക്ഷെ അതൊന്നും നമുക്ക് ഇവിടെ ഇല്ല. GK ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. GK മാത്സ് ഒക്കെ സൂപ്പറായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞല്ലോ, കേരളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മൾ SSCയിൽ പഠിക്കുന്നില്ല. കേരളവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ നവോത്ഥാനമൊക്കെ വരത്തില്ലേ, അതൊന്നും നമ്മൾ SSCയിൽ പഠിക്കുന്നില്ല. ഓക്കെ, എക്സാം സെൻറ്റർ കേരളത്തിൽ എല്ലായിടത്തും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോട്ടയം ഇവിടെയൊക്കെ വരാറുണ്ട്. കറക്റ്റ് ബാക്കി എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്തായാലും അടുത്തുള്ള സ്ഥലം നമുക്ക് കിട്ടും. കമ്പ്യൂട്ടർ നോളജ് പാസ്സാവാൻ ചിലപ്പോൾ 60-ൽ ചിലപ്പം 24 മാർക്ക് മതിയായിരിക്കും. മനസ്സിലായോ? അത് അവരൊരു ജസ്റ്റ് പാസ് മാർക്ക് വെക്കും, ഇത്ര മാർക്കാണെന്ന് വെക്കും. അപ്പോൾ ആ മാർക്ക് നമ്മൾ പാസ്സാവണം. ഓക്കെ, കമ്പ്യൂട്ടർ നോളജ് ഇത്ര മാർക്ക് പാസ്സാവേണ്ടതുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് എന്താണ്, അത് പക്ഷേ ഇതിലേക്ക് ആഡ് ചെയ്യത്തില്ല. പക്ഷേ ആ പാസ് മാർക്ക് വേണം. എങ്കിലും ബാക്കി എന്താണ് 390-ലാണ് നമ്മൾ പറയുന്നത്. സോ 390-ൽ നമുക്ക് അവർ വെക്കുന്ന കട്ട് ഓഫിൽ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് പേപ്പർ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് പേപ്പർ ഞാൻ പറഞ്ഞല്ലോ, ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കുകയാണെങ്കിൽ മാത്രം, ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു പേപ്പർ ഉണ്ട്, അത് ക്ലിയർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു സെക്കൻഡ് പേപ്പർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഫിനാൻസ് ആൻഡ് എക്കണോമിക്സിനാണ് ഈ ഒരു പേപ്പർ 3യും കൂടി പറഞ്ഞിട്ടുണ്ട്. സോ അല്ലാത്ത പക്ഷം നമ്മൾ പറഞ്ഞ ബാക്കി ഡിപ്പാർട്ട്മെന്റ്സിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിലും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണ്ടോ 100 മാർക്കിനൊരു 100 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു പേപ്പർ ഉണ്ട്, അതിന് 200 മാർക്സ് ആണ്. അതേപോലെ ജനറൽ സ്റ്റഡീസ്, ഫിനാൻസ് ആൻഡ് എക്കണോമിക്സിനും ഉണ്ട് ഒരു പേപ്പർ. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആണ്, ഇത് എടുക്കുന്നവർക്ക് മാത്രമാണ് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കാത്തവർക്ക് ഈ പേപ്പർ എഴുതേണ്ട ആവശ്യമില്ല, അത് കൊടുക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. മാത്സ് ഫുൾ പോർഷൻസ് വിത്തിൻ 2 months, അതായത് നമുക്ക് 81 ഡേയ്സിന്റെ റെക്കോർഡ് സെഷൻ ആണ് പറയുന്നത് കേട്ടോ. 81 ഡേയ്സിൽ നമ്മൾ ആ ഒരു പോർഷൻസ് എല്ലാം മാക്സിമം കവർ ചെയ്യും. പക്ഷേ ഒന്ന് പറഞ്ഞോട്ടെ, ഈ 81 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഒരു 20 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നിങ്ങൾ അത് മാത്രമല്ല ചെയ്യേണ്ടത്. നിങ്ങൾ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, ഓക്കെ ക്വസ്റ്റ്യൻസ് വേണ്ടവർ ചോദിക്കുക, എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും തരാം, അത് പ്രിപ്പയർ ചെയ്ത് മീൻസ് അത് കറക്റ്റ് രീതിയിൽ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ടൈപ്പിംഗ് ഇമ്പ്രൂവ് ചെയ്യണം. അതായത് ഇപ്പോൾ CGL കിട്ടുകയാണെങ്കിൽ, ഓക്കെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അടുത്ത നമുക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ടൈപ്പിംഗ് ടെസ്റ്റ് പറയുന്നത് 15 മിനിറ്റിൽ 2000 വേർഡ്സ് ആയിരിക്കും, വേർഡ്സ് പെർ മിനിറ്റ് ആണ് പറയുന്നത്. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് തന്നെ പഠിക്കണം, എന്നാലേ നമുക്ക്
ചിലപ്പം എന്താണെന്നറിയാവോ, അതിനകത്ത് ഒരുപാട് എന്താണ് ഡോട്ട്, അതായത് ഫുൾ സ്റ്റോപ്പും കോമയും കുത്തും കോമയും ഇതെല്ലാം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ അവർ തരുന്ന എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ 15 മിനിറ്റിനുള്ളിൽ ഈ ഒരു 2000 വേർഡ്സ് പെർ മിനിറ്റ് നമ്മൾ ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ഒരു സെക്കൻഡ്, നിങ്ങൾ എന്താ ചോദിച്ചേ? അതെ അതെ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ അതിന്റെ എക്സാം എഴുതേണ്ട കാര്യമുള്ളൂ. ബാക്കി നമ്മൾ ടയർ 1 ടയർ 2 പാസ്സായാൽ നമുക്ക് മറ്റു ജോലികൾക്ക് കയറാൻ പറ്റും കേട്ടോ. മറ്റു ജോലികളിലേക്ക് കയറാൻ പറ്റും. അതുപോലെ UG മാത്സ് ആയിരുന്നു, ബട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജക്റ്റ് ആയിട്ടില്ലായിരുന്നു. സബ്ജക്റ്റ് ഇല്ല, അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പം എക്സാമിന് പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പേപ്പർ ക്ലിയർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അത് ക്ലിയർ ചെയ്യാൻ പറ്റണം. അത് പഠിച്ചൊരാക്കേ നമുക്ക് ആ ഒരു സബ്ജക്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് പഠിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്താൽ ആ ഒരു പേപ്പർ ക്ലിയർ ചെയ്യണം എന്തായാലും. ഓക്കെ, എക്സാം ഡേറ്റ് ഏതിന്റെ എക്സാം ഡേറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചേക്കുന്നത്? 100 ക്വസ്റ്റ്യനിൽ മാക്സിമം എത്ര അറ്റൻഡ് ചെയ്യണം? കുറേ മെസ്സേജ് വരുന്നുണ്ട്, ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരാവേ. അതായത് നമുക്ക് 100 ക്വസ്റ്റ്യനിൽ കട്ട് ഓഫ് ചിലപ്പം ഇപ്പം 87 ആണെങ്കിൽ മീൻസ് ഞാൻ പറഞ്ഞല്ലോ, ഓരോ റീജിയനിൽ പല രീതിയിലാണ് കട്ട് ഓഫ് വരുന്നത്. അവിടെ എത്ര പേര് എഴുതി അങ്ങനെ അനുസരിച്ചിട്ടായിരിക്കും. എന്നാലും 90+ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ജനറൽ അവയർനെസ്സിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ജനറൽ അവയർനെസ്സിൽ ഓരോ ടോപ്പിക്കും, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ ഇത്രയും പോർഷൻസ് ഉണ്ട്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇതെല്ലാം ഉണ്ട്. അതായത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ബയോളജിയുടെയൊക്കെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ 2 1 ആയിരിക്കും, കെമിസ്ട്രി അതേപോലെ 1. ഇതെല്ലാം ഓരോ പോർഷനിൽ നിന്നും വരും. ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ ഇപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വിചാരിച്ചു, അതേപോലെ കറണ്ട് അഫയേഴ്സ് ഒരു 4 ക്വസ്റ്റ്യൻ, അതേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് ഓരോ ക്വസ്റ്റ്യൻസും ഇടുന്നത്. മനസ്സിലായോ? നമുക്കത് പറയാൻ പറ്റത്തില്ല ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന്. എറൗണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, ടയർ 1 കിട്ടണമെങ്കിൽ 200-ൽ ഒരു 180 എബോവ് എങ്കിലും വന്നിരിക്കണം. മനസ്സിലായോ? ഒരു 180 എബോവ് കിട്ടിയാൽ, അല്ലെങ്കിൽ 170 എബോവ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആ ഒരു ടഫ് അനുസരിച്ചിരിക്കും. ഞാൻ അതാ ഈ ഒരു ഇത് പറയാത്തത്, കട്ട് ഓഫ് പറയാത്തത് കൊണ്ടാണേ. ടൈപ്പിംഗ് കമ്പൽസറി ആണ് കേട്ടോ, ടൈപ്പിംഗ് കമ്പൽസറി ആണേ. ജനറൽ സ്റ്റഡീസിന് എന്തെങ്കിലും ഡിഗ്രി സബ്ജക്റ്റ് മനസ്സിലായില്ല. ക്വസ്റ്റ്യൻസ് ടെലഗ്രാം ഗ്രൂപ്പിൽ നമുക്ക് ഇടാൻ പറ്റത്തില്ല കേട്ടോ. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് എനിക്ക് മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തിൻ്റെയും ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ സെപ്പറേറ്റ് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം, ഞാൻ അയച്ചുതരാം. എല്ലാ XCHSL-നും CGL-നും ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ഫുൾ 81 ഡേയ്സ് ഫുൾ പഠിച്ചിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കരുത് കേട്ടോ. 81 ഡേയ്സ് ഫുൾ പഠിച്ചിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 81 ഡേയ്സ് ഇപ്പം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജൂണിലാണ്. ഓക്കെ, ജൂൺ ഇപ്പോൾ എത്രയായി? ജൂൺ 25, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒരു ഒക്ടോബർ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്തായാലും തീരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒക്ടോബർ വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണത്തെ എക്സാം SSC എക്സാം ഫുള്ള് കംപ്ലീറ്റ് ആവും. മനസ്സിലായോ? അപ്പോൾ അതുവരെ നോക്കിയിരുന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ നിങ്ങൾക്ക് എക്സാം ഡേറ്റ്, അതായത് കലണ്ടർ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. എക്സാം ഡേറ്റ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, കുഴപ്പമില്ല, ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ടയർ 1 പോർഷൻ തീരുവോന്നോ? 81 ഡേയ്സിന്റെ ആണോ? ടയർ 1 പോർഷൻ നമ്മൾ ഈ ബേസിക് ബാച്ച് കഴിയുമ്പോൾ നമ്മൾ എക്സ്ട്രീം ബാച്ച് ഉണ്ട്. ഓക്കെ, അതിനകത്താണ് ഈ പറഞ്ഞിരിക്കുന്ന സെഷൻസ് ഫുള്ള് പോകുന്നത് കേട്ടോ. സെലക്ഷൻ പോസ്റ്റ് ഓരോ വർഷവും ഓരോ തവണയാണ് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, സെലക്ഷൻ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ റീജിയനിലും, അതായത് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് എല്ലാം അപ്ലൈ ചെയ്യാം. ഡിഗ്രി ലെവൽ അപ്ലൈ ചെയ്യാം, +2 ലെവൽ അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ 10th ലെവലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ.
ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് കണ്ടോ, നമ്മുടെ പേ ലെവൽ കണ്ടോ, 47,600 ടു 1,51,100 വരെയാണ് വരുന്നത്. ഓക്കെ, മോക്ക് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ മോക്ക് ചെയ്തു തുടങ്ങുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഞാൻ അങ്ങനെയാണ് പറയുന്നത്. കാരണം നമുക്കിപ്പം മോക്കിപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും കിട്ടും. അതുപോലെ തന്നെ നമ്മളത് ചെയ്തിട്ട് അനലൈസ് ചെയ്ത് നോക്കുക, നമുക്ക് ഏത് പോർഷനിലാണ് തെറ്റിയത്, അല്ലെങ്കിൽ ഏത് പോർഷനിലാണ് നമ്മുടെ മാർക്ക് ഒരുപാട് എടുത്തത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുമോന്നോ? റിപ്പീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ടയർ 2-ന്റെ സിലബസും ടയർ 1-ന്റെ സിലബസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. 81 ഡേയ്സിനകത്ത് ടയർ 1 സിലബസ് കവർ ചെയ്യുന്നുണ്ട്. ടയർ 2-ന് നമ്മൾ ടയർ 1 പാസ്സായവർക്കാണ് ടയർ 2-ൻ്റെ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ ഇത് ഒന്ന് പറഞ്ഞിട്ട് ക്ലിയർ ചെയ്ത് തരാവേ. ഓക്കെ, വരാന്ത റേസിന്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ട്. അത് 2 അവേഴ്സിന്റെ ഒക്കെയാണ് മോക്ക് ടെസ്റ്റ് കാണുന്നത്. അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്പുകളുടെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അല്ലാതെ ഓരോ പോർഷൻ എനിക്ക് തോന്നുന്നു സെക്ഷൻ വൈസും ഉണ്ട് കേട്ടോ. സെക്ഷൻ വൈസും കൊടുത്തിട്ടുണ്ട്. ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ ടോപ്പിക് വൈസ് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ഓക്കെ, 2 അവേഴ്സിന്റെ നിങ്ങളുടെ ആപ്പിനകത്ത് തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴേ നമ്മുടെ ഓരോ പോർഷൻസിന്റെ ഇപ്പൊ ക്ലാസ് കഴിയുമ്പോൾ അതിന്റെ തന്നെ 2 അവേഴ്സിന്റെ റെക്കോർഡ് സെഷൻ എല്ലാം മോക്ക് നിങ്ങൾക്ക് അതിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾക്ക് അത് കയറി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ, ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നുണ്ടോ, അസിസ്റ്റന്റ് ഓഡിറ്റ് ആൻഡ് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെയിം ഓഫ് ദ പോസ്റ്റ് അത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, C&AG ആണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് ബി ഗസറ്റഡ് ഇതിലാണ് വരുന്നത്. ഏജ് ലിമിറ്റ് ഉണ്ട്, 18 to 30 ഇയേഴ്സ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു പോസ്റ്റ് ഒക്കെ എന്ന് പറയുന്നത് എല്ലാവരും നോക്കിയിരിക്കുന്ന പോസ്റ്റുകളാണ് ഈ തന്നിട്ടുള്ളത്. സോ ഇതിന്റെ പേ സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ CGL ഒക്കെ എല്ലാവരും നോക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ മീൻസ് വർക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് വർക്കൊന്നും കാണില്ല. പക്ഷെ സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആണല്ലേ, നമുക്ക് ആൾക്കാരോട് പറയാനാണെങ്കിലും എന്താണ്, നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ജോബ് കിട്ടിയെന്നും പറയാം. അതുപോലെ സാലറി നമുക്ക് നല്ലതായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പം അതനുസരിച്ചിട്ടാണ് എല്ലാവരും ഈ ഒരു പോസ്റ്റ് ഒക്കെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് നമുക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ നെക്സ്റ്റ് നോക്കിക്കേ, ഇപ്പൊ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഉണ്ടോ, ഇതെല്ലാം വരുന്നത് നോക്കിക്കേ. ഇപ്പൊ നോക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസിൽ വരുന്നുണ്ട്, ഇന്റലിജൻസ് ബ്യൂറോയിൽ വരുന്നുണ്ട്, മിനിസ്ട്രി ഓഫ് റെയിൽവേയിൽ വരുന്നുണ്ട്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ വരുന്നുണ്ട്, AFHQ, അതുപോലെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വരുന്നുണ്ട്. കണ്ടോ, ഈ പറയുന്ന ഈ ഒരു എന്താണ് പോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു തന്നിരിക്കുന്ന എന്താണ് ഡിപ്പാർട്ട്മെന്റിലെല്ലാം വന്നിട്ടുണ്ട്. മനസ്സിലായോ ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റ്? അപ്പൊ ഇതിൽ ഏത് വേണേലും നമുക്ക് എക്സാം എഴുതി കയറാവുന്നതാണ്. മനസ്സിലായോ? ഇനി നോക്കി, ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് CBDT, ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ് കണ്ടോ, CBIC-യിൽ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവിടെയും കിട്ടുന്നുണ്ട്. നോക്കിക്കേ, അതേപോലെ തന്നെ എന്താണ് ഇത് CGL CHSL ലെവലാണ് വരിക. ഇനി അടുത്ത് നോക്കിക്കേ, കണ്ട അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വേണ്ട CHSL ലെവലിലും വരുന്നുണ്ട്. അപ്പൊ അത് നോക്കിക്കേ, ഇപ്പൊ അതർ മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ, പിന്നെ നോക്ക് റിസർച്ച് അസിസ്റ്റന്റ്, പിന്നെ നോക്ക് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, JSO ഒക്കെ നോക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ നമുക്കതിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം നോക്കത് മിനിസ്റ്റർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷനിലാണ് വരുന്നത്. അതും ഏജ് ലിമിറ്റ്, എല്ലാത്തിനും ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, ഇവിടെ നോക്ക്, ഓഡിറ്റർ വേണ്ടേ, ഓഡിറ്റർ ലെവൽ കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് MTS പോസ്റ്റ് ആണ്. അപ്പൊ ഓഡിറ്റർ, അക്കൗണ്ടന്റ് വേണ്ടേ, താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അപ്പർ ഡിവിഷൻ ക്ലർക്ക് അല്ലെ, UD ക്ലർക്ക്, സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ടാക്സ് അസിസ്റ്റന്റ്. അപ്പൊ എന്താണ് ഈ പേ സ്കെയിലും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇതെല്ലാം എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്താണ് ഓരോ പോസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം എന്താണ് MTS, CHSL, CGL അതനുസരിച്ചിട്ട് എന്താണ് പേ സ്കെയിലും അതനുസരിച്ച് കുറയും. അതുപോലെ തന്നെ ആ ഒരു പോസ്റ്റിന് വ്യത്യാസം ഉണ്ടായിരിക്കും. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അതാണ് ഈ കൊടുത്തിട്ടുള്ളതെല്ലാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എയിം വെക്കുക, നമ്മൾ ഇന്ന ഒരു ഇതാണ് മേടിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ജോലി ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് കയറണം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും നമുക്കത് കയറാനായിട്ട് പറ്റും. ഒരു ക്വസ്റ്റ്യൻ, അതായത് നമ്മളിപ്പോ പറയുന്നത് ഇപ്പം നമ്മുടെ
SSCയും ബാങ്കുമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യന് ബാങ്കിൽ എടുക്കുന്നത്, അതായത് മാത്സിൽ നമുക്കിപ്പോൾ ബാങ്ക് പഠിച്ച ഒരാൾക്കാണെങ്കിൽ SSCയിൽ മാത്സിന്റെ ഏതെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യാന്ന് പറയുന്നത് വളരെ എളുപ്പമായിരിക്കും. മനസ്സിലായോ? കാരണം അത്ര ടഫായിരിക്കും മാത്സിൽ വരുന്നത് ബാങ്ക് പഠിക്കുന്നവർ. കാരണം അവർക്ക് 1 അവറിൽ എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യന് ഒരു 40 സെക്കൻഡ്സിൽ താഴെയാണ് അവർക്ക് മാർക്ക് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഒരു കണക്ക് ചെയ്യേണ്ട ആ ഒരു സമയമാണ് 40 സെക്കൻഡിൽ താഴെ പറയുന്നത്. നമുക്കിവിടെ അതിൽ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ഈസിയാണ്. കാരണം 60 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറിൽ 100 ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ലെവൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും വരുന്നത് ബാങ്കിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇന്ന ക്വസ്റ്റ്യൻ ഇന്ന ടൈമെന്ന് ഒരു ഇതെടുക്കാതെ ഞാൻ പറഞ്ഞ പോലെ GKക്കും ഇംഗ്ലീഷും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആൻസർ ചെയ്ത് പോവുക, ടിക്ക് ചെയ്ത് പോവുക. ബാക്കി ആ ഒരു ടൈം എല്ലാം നമുക്ക് ചിലപ്പോൾ മാത്സിൽ ചിലപ്പോൾ ടഫായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ലെങ്കിൽ അങ്ങനൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ട്രിഗ്നോമെട്രി, ജോമെട്രി, അതുപോലെ ഓൾജിബ്ര ഒക്കെ വരുമ്പം ചിലപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ വന്നെന്ന് വരില്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? പോസ്റ്റൽ അസിസ്റ്റന്റ് അല്ല കേട്ടോ, SSC CGL വഴിയല്ല പോസ്റ്റൽ അസിസ്റ്റന്റ് വരുന്നത് കേട്ടോ, CHSL വഴിയാണേ കേട്ടോ. CHSL വഴിയായിരിക്കും പോസ്റ്റൽ അസിസ്റ്റന്റ് വരുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ അല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്? ഓൾമോസ്റ്റ് സെയിം ആണ്, സിലബസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആ. പക്ഷെ ടയർ 2 വരുമ്പോൾ കുറച്ചും കൂടി ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രോബബിലിറ്റി അതുപോലുള്ള ലോജിക്കൽ റീസണിങ് ഒക്കെ കയറി വരും. അതിൽ 2-3 ക്വസ്റ്റ്യൻസ് കാണും, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ CHSL ആണ് പറയുന്നത്. 200 മാർക്സിന്റെ മോക്ക് എടുക്കാൻ അറിയില്ലെന്നോ? അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഞാൻ അറിയാത്തവർക്ക് പറഞ്ഞുതരാം. ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഒലീവ് ബോർഡ് പോലുള്ള ആപ്പുകളുണ്ട്. ഓക്കെ, ഇത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ കറക്റ്റ് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എക്സ്ട്രാ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവേ കേട്ടോ. അതിൽ നമുക്ക് ഇതേപോലെ മാർക്ക് സെക്ഷണൽ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ചെയ്യാം. നമ്മുടെ ആപ്പിനകത്ത് ഞാൻ പറഞ്ഞല്ലോ 2 അവേഴ്സിന്റെ കിടപ്പുണ്ട്, അതുപോലെ ടോപ്പിക് വൈസും കിടപ്പുണ്ട്. ഓക്കെ, ടോപ്പിക് വൈസും കിടപ്പുണ്ട്, അല്ലാതെ ഇതുപോലെ ഫുൾ ലെങ്ത് ആയിട്ടും കിടപ്പുണ്ട്. പക്ഷെ അത് അത്രയും അവേഴ്സ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ പോസ് ഒക്കെ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കും ചിലർ കാണുക, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഇനി നോക്കിക്കേ, CHSL ആണ് നമ്മൾ പറയുന്നത്. സോ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സെയിം ആണ് ടയർ 1 വരുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 ക്വസ്റ്റ്യൻ 50 മാർക്കിൽ, അതേപോലെ ജനറൽ ഇൻ്റലിജൻസ് 25, 50 സെയിം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 60 മിനിറ്റ് ആണ്, അതായത് 1 അവർ ആണ് വരുന്നത്. 80 മിനിറ്റ് ഫോർ കാൻഡിഡേറ്റ്സ് എലിജിബിൾ ഫോർ സ്ക്രൈബിന് എക്സ്ട്രാ 20 മിനിറ്റ്സും കൂടി ഉണ്ട്. ഓക്കെ, CHSL സെയിം ആണ് വരുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, ഇനി അടുത്ത് എന്താ പറയുന്നത്, ഇതിനകത്ത് ഫസ്റ്റ് ടയർ 2 ആണ് പറയുന്നത് കേട്ടോ. ടയർ 2 നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ എന്തായിരിക്കും വരുന്നത്, സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3 അല്ലേ. മാത്സ്, റീസണിങ് ഒരു പേപ്പർ, പിന്നെ ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് ഒരു പേപ്പർ, കമ്പ്യൂട്ടർ നോളജ് ഒരു പേപ്പർ. ഇതിൽ ടോട്ടൽ 60 മാർക്കാണ്, 60 ക്വസ്റ്റ്യൻസ് 180-ലാണ്. ആൻഡ് ഇവിടെ 60 ക്വസ്റ്റ്യൻസ്, അതായത് 40 ഇംഗ്ലീഷും 20 ജനറൽ അവയർനെസ്സും കൂടി ചേർത്ത് 180, ടോട്ടൽ 360-ലായിരിക്കും CHSL വരുന്നത്. ഓക്കെ, ഇവിടെ CHSL നോക്കുകയാണെങ്കിൽ 360, CGL 390-ലായിരുന്നു മാർക്ക്. ഓക്കെ, ആപ്പിനകത്ത് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ ഓഫീസിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ആപ്പിൻ്റെ കാര്യങ്ങളെല്ലാം അവരാണ് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ഈ അക്കാദമിക് പരമായിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് ചോദിച്ചാൽ മതി കേട്ടോ. അവരോടൊന്ന് ചോദിച്ചാൽ മതി, കറക്റ്റായിട്ട് ആപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അവർ പറഞ്ഞു തരുവേ. ഓക്കെ, ബാക്കി എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിച്ചാൽ മതി, അത് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. ആപ്പിൽ എവിടെയാണ് കിടക്കുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരുന്നതായിരിക്കും.
ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ. ഇനി ഇതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, 15, അതായത് കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂൾ 15 ക്വസ്റ്റ്യൻസ് ആണ്. 45-ലായിരിക്കും ഇവിടെ മാർക്ക് വരുന്നത്. ആൻഡ് 15 മിനിറ്റ്സ് എന്താണ്, 20 മിനിറ്റ്സ് ഫോർ കാൻഡിഡേറ്റ്സ് എലിജിബിൾ ഫോർ സ്ക്രൈബ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സെക്ഷൻ 2 നോക്കിക്കേ. സെക്ഷൻ 2, സെക്ഷൻ 3, അതായത് മൊഡ്യൂൾ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് മൊഡ്യൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ആ ഒരു എന്താണ്, സ്കിൽ ടെസ്റ്റ് ഫോർ DEOs ഇൻ ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രി, ബി സ്കിൽ ടെസ്റ്റ് ഫോർ അത് തന്നെ, അതായത് സ്കിൽ ടെസ്റ്റ് ടൈപ്പിംഗ് ടെസ്റ്റ് നമുക്കിവിടെ ഉണ്ട് കേട്ടോ. അതായത് 10 മിനിറ്റ് ആയിരിക്കും CHSL-നുള്ളത്. CGL-ന് 15 മിനിറ്റിലാണ് പറയുന്നത്. അപ്പോൾ ഇത്ര വേർഡ്സ് പെർ മിനിറ്റ് നമ്മൾ ആ ഒരു 10 മിനിറ്റിൽ നമ്മൾ എഴുതണം. മനസ്സിലായോ? സോറി, എഴുതുകയല്ല, ടൈപ്പ് ചെയ്യണം. ഓക്കെ, കമ്പ്യൂട്ടറിൽ തന്നെയാണ് വരുന്നത്. സോ കമ്പ്യൂട്ടറിൽ നമ്മൾ അവർ തരുന്ന അതേ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് വെക്കണം. പറഞ്ഞാൽ മനസ്സിലായോ? അതിൽ നമ്മൾ ഇത്ര പെർസെൻറ്റേജ് അതിൽ എറർ വരാവുള്ളുന്നുണ്ട്. ഓക്കെ, 0.8 മീൻസ് 8% എന്തോ എറർ വരാൻ പാടുള്ളൂ. ഓക്കെ, സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റിന് പോയാലും കുഴപ്പമില്ല. നമുക്ക് കറക്റ്റ് അതേ രീതി പഠിക്കുകയാണെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് പഠിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെയും ക്ലിയർ ചെയ്യാവുന്നവരുണ്ട്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, അപ്പൊ CHSL അത്രയാണ് വരുന്നത്. ഇനി നോക്കിക്കേ, CHSL-ന്റെ ഒരു കാര്യം കൂടി, ഇപ്പൊ അപ്ലൈ ചെയ്യാൻ 2 ദിവസമേ ആയിട്ടുള്ളൂ വന്നിട്ട് കേട്ടോ. CHSL-ന് അപ്ലൈ ചെയ്യാം. +2 ക്വാളിഫൈ ആയിട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗ്രാജുവേഷൻ ഉള്ളവർക്കും ഇതായി അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ CHSL. അതുകൊണ്ട് അപ്ലൈ ചെയ്യാത്തവരെല്ലാവരും അപ്ലൈ ചെയ്യുക. ഇനി അടുത്ത MTS ആണ്. ഇത് ഇപ്പം ഞാൻ പറഞ്ഞ അതേ മെത്തേഡിലായിരുന്നു ഈ MTS-ഉം ഫസ്റ്റ് ടയർ പൊക്കോണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ 2 വർഷമായിട്ട് എങ്ങനെയാ പോകുന്നതെന്ന് അറിയാമോ? ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എല്ലാവരുടെയും ഒരു എന്താ പറയാ, MTS പഠിച്ചാൽ നമുക്കിപ്പോൾ 10th ലെവലല്ലേ, അപ്പൊ നമുക്കിത് കയറി പോകാം എന്നൊരു ഇതുണ്ടായിരുന്നു. ഓക്കെ, കാരണം ഒറ്റ പേപ്പറേ ഉള്ളൂ, എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എങ്ങനെയാ ഇത് ചോദിക്കുന്നതെന്ന് അറിയാമോ? ഇതിനകത്ത് സെക്ഷൻ ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റിയും, അതായത് റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിങ്ങും. അപ്പോൾ ഇവിടെ മാത്സും റീസണിങ്ങും ആണ് ഫസ്റ്റ് സെഷനിൽ വന്നിട്ടുള്ളത്. അത് 20 ക്വസ്റ്റ്യൻ 60 മാർക്കിൽ, അതായത് ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ച്. ഓക്കെ, അങ്ങനെ 45 മിനിറ്റിൽ നമ്മളിത് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, ആൻഡ് സെഷൻ 2 എന്ന് പറയുന്നത് GK-യും ഇംഗ്ലീഷും. അത് 25 ക്വസ്റ്റ്യൻ, അതായത് 75 മാർക്ക്, അതായത് ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ച്. ഇവിടെ അങ്ങനെ 75 150-ലാണ് മാർക്ക് വരുന്നത്. ഈ മാർക്ക് എന്ത് ചെയ്യുന്നറിയാമോ? ജസ്റ്റ് പാസ് മാർക്കാണ്. ഇത് ഇവരിവിടെ എന്ത് ചെയ്യത്തില്ല, ഇവിടെ ആഡ് ചെയ്യത്തില്ല. പക്ഷേ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് വരുന്ന MTS-ൽ ഏറ്റവും ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന പോർഷനാണ്. കാരണം ഇതിനകത്ത് നമുക്ക് ഈ പറയുന്ന ട്രിഗ്നോമെട്രി, ജോമെട്രി അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കത്തില്ല. ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. 20 മാർക്കും ഈ 40 ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ ചോദിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മാർക്ക് എന്ത് ചെയ്യത്തില്ല, ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യത്തില്ല. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ്? GK-യും ഇംഗ്ലീഷും അറിയാവുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഒരു MTS എക്സാം കിട്ടത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആയോ പറഞ്ഞേ? അപ്പൊ അങ്ങനെയുള്ളവർക്കേ കിട്ടത്തുള്ളൂ. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ, കുറെ പേർക്ക് GK എളുപ്പമായിരിക്കും. ഓക്കെ, നന്നായിട്ട് GK അറിയാവുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല, നന്നായിട്ട് GK എളുപ്പമായിട്ടുള്ളവരുണ്ട്. പക്ഷെ GK ഭയങ്കര വീക്ക് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അതേപോലെ ഇംഗ്ലീഷ് നമ്മൾ എളുപ്പമാണെന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ ഇംഗ്ലീഷിൽ എന്താണ്, സിനോണിംസും ആന്റോണിംസും ഒക്കെ അറിഞ്ഞിരിക്കണം. അതും കുറച്ച് ബുദ്ധിമുട്ട്, ചിലർക്ക് ബുദ്ധിമുട്ട്, ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് അങ്ങനെയായിരിക്കും. ആൻഡ് ഇനി ഹവിൽദാർ ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഈ പറയുന്ന വോക്കിങ്ങും കൂടി നമ്മൾ ചെയ്യണം. ഓക്കെ, വോക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താ, ഫിസിക്കൽ എഫിഷ്യൻസി കാണാനുള്ളതാണ്. ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ മെയിലിനാണെങ്കിൽ 1600 മീറ്റർ 15 മിനിറ്റിൽ 1600 മീറ്റർ നടക്കണം. അല്ല, ഫീമെയിൽ ആണെങ്കിൽ 1 കിലോമീറ്റർ 20 മിനിറ്റിനുള്ളിൽ 1 കിലോമീറ്റർ നടക്കണം. ഓക്കെ, ഇതാണ് ഹവിൽദാർ പോസ്റ്റിൽ വരുന്നത്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞേ. കൺസെഷൻ ടൈപ്പിംഗ് ടെസ്റ്റ് ഫോർ എ പേഴ്സൺ ഡിസേബിലിറ്റിക്കോ? അതായത്
കൺസെഷൻ ഉണ്ട്. ഓക്കെ, ടൈപ്പിംഗ് ടെസ്റ്റിന് അതായത് SSC CHSL CGL മാത്രമാണ് ഈ സ്കിൽ ടെസ്റ്റ് വരുന്നത്. അപ്പോൾ അവിടെ ഉറപ്പായിട്ടും കൺസെഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ ആണോ? MTS CGL CHSL MTS ഇത്രയും ക്ലിയർ ആണോ എന്ന് വേഗം പറഞ്ഞേ. ഓരോ പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആണോ? അപ്പോൾ ഇതിന് ഒറ്റ എക്സാമേ ഉള്ളൂ കേട്ടോ. MTSന് ഒറ്റ എക്സാമേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ 150ൽ നമ്മൾ മാർക്ക് ക്ലിയർ ചെയ്തിരിക്കണം. ഓക്കെ, 180ലാണ്. അതായത് GK ഇംഗ്ലീഷ് മാത്രമേ അവിടെ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത CPO ആണ് കേട്ടോ. CPO എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ എന്താണെന്നറിയാവോ? ഇതേപോലെ തന്നെ എന്താണ് ടയർ 1 ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്, ഈ 4 ടോപ്പിക്കാണ് മെയിനായിട്ട് വരുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. 4 ടോപ്പിക്കാണ് വരുന്നത്. ആൻഡ് ഇവിടെ എന്തായിരിക്കും 50 ഓരോ മാർക്ക് വെച്ചിട്ട്. ഓക്കെ, ഓരോ മാർക്ക് വെച്ച് 2 മണിക്കൂറായിരിക്കും ഇവിടെ എക്സാം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ CPO എക്സാം കിട്ടുകയാണെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റും കൂടി ഉണ്ടായിരിക്കും. അത്രേ ഉള്ളൂ ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് 1 ക്ലിയർ ചെയ്യും എല്ലാവരും. മിക്കവരും CPO ഒക്കെ ക്ലിയർ ചെയ്യും. ഓക്കെ, GD ഒക്കെ ക്ലിയർ ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം നമുക്ക് അവിടെ വലിയ കാര്യങ്ങളില്ല, കണക്കൊന്നും അധികം CPOയ്ക്ക് നമുക്ക് വേണ്ടത് മാത്സ് കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് സീനില്ല കേട്ടോ. കട്ടായായിരുന്നോ? ഓക്കെ, അപ്പം നമ്മുടെ സബ്ജക്റ്റ് നോക്കിക്കേ. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് പോർഷൻസ് കണ്ടോ? ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ വരുന്നത് ഇറ്റ് വുഡ് ഇൻക്ലൂഡ് ക്വസ്റ്റ്യൻസ് ഓഫ് ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ ടൈപ്പ്. ദിസ് കോമ്പോണൻറ്റ് മേ ഇൻക്ലൂഡ് ക്വസ്റ്റ്യൻസ്, അനലോഗീസ് ഉണ്ട്, സിമിലാരിറ്റീസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കത്തത്തില്ല. നമ്മൾ ഓരോന്നായിട്ട് ഇനി അടുത്ത ക്ലാസ്സുകൾ തൊട്ട് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഈ ടോപ്പിക്സ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഏത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്നത്. റീസണിങ്ങിൽ എങ്ങനെ ചോദിച്ചാലും 25ൽ 25 മാർക്കും നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഈ 25 മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അല്ലെങ്കിൽ എന്തായാലും 20ൽ കൂടുതൽ 22ൽ കൂടുതൽ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് വരുന്നത് കേട്ടോ. അവിടെ എന്ന് പറയുമ്പോൾ നമ്പർ സെൻസ് ഓഫ് ദ കാൻഡിഡേറ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കണ്ടോ, whole numbers, decimals, fractions, relationships between numbers, percentage, ratio, proportion. ഈ ടോപ്പിക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്ക്വയർ റൂട്ട്, ആവറേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, പാർട്ട്ണർഷിപ്പ്, ബിസിനസ്, മിക്സ്ചർ ആൻഡ് അലിഗേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ബേസിക് ഓൾജിബ്രായിക് ഐഡൻറ്റിറ്റീസ് ഓഫ് സ്കൂൾ ആൾജിബ്ര, പിന്നെ സെർച്ച് ആൻഡ് ഇൻഡീസസ്, പിന്നെ ലീനിയർ ഇക്വേഷൻസ്, ട്രയാങ്കിൾ, പിന്നെ എന്താണ് ഈ പറഞ്ഞതെല്ലാം ഇതിനകത്ത് വരുന്നത് മെൻസുറേഷനും പിന്നെ ജോമെട്രിയും ട്രിഗ്നോമെട്രി ഇതെല്ലാം കൂടെ ചേർത്തുള്ളതാണ് ഈ താഴേക്ക് കൊടുത്തിട്ടുള്ളത്. സോ ഇതെല്ലാം നമ്മൾ പഠിക്കണം. ഓക്കെ, ഇതെല്ലാം കംപ്ലീറ്റ് ആക്കിയെങ്കിൽ ഉറപ്പായിട്ടും QAയും നമുക്ക് ഫുള്ള് പഠിക്കാൻ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ആയിരിക്കും കേട്ടോ. ഓക്കെ, ഓക്കെ, അപ്പം നോക്കിക്കേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് QAയിൽ വരുന്നത് കേട്ടോ. ഈ പോർഷൻസ് എല്ലാം നമുക്കിവിടെ QAയിൽ വരുന്നതാണ്. സോ ഇതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ,
ഇനി അടുത്ത നോക്കിക്കേ, അടുത്ത ജനറൽ അവയർനെസ് ആണ്. ജനറൽ അവയർനെസ് നോക്കുവാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഹിസ്റ്ററി, കൾച്ചർ, ജോഗ്രഫി, എക്കണോമിക് സയൻസ്, ജനറൽ പോളിസി ആൻഡ് സയന്റിഫിക് റിസർച്ച്, ഇതെല്ലാം അതായത് അതുപോലെ ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബറിംഗ് കൺട്രീസ്, ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മൾ ജനറൽ അവയർനെസ്സിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ആൻഡ് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനിൽ നമ്മൾ കാൻഡിഡേറ്റ്സ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്, ഹിസ് ഓർ ഹെയർ കോംപ്രിഹെൻഷൻ ആൻഡ് റൈറ്റിംഗ് എബിലിറ്റി എക്സെട്ര വുഡ് ബി ടെസ്റ്റഡ്. അപ്പോൾ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനിലും നമുക്ക് ഇതേപോലെ കുറേ പോർഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മുടെ ആ ഒരു പേപ്പർ എന്ന് പറയുന്നത്, നമ്മുടെ SSCക്ക് ചോദിക്കുന്ന, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചേ. ഈ 3 എക്സാമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 3 അല്ല 4 എണ്ണം പറഞ്ഞു. CGL, CHSL, MTS, പിന്നെന്താ CPO. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചേ. ഓക്കെ ആണോ? സിലബസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണണോ? സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, എടുത്ത് വെക്കുക കേട്ടോ. ഓക്കെ ആണോന്ന് പറയണേ. ഡൗട്ട് ഉള്ളവർ ചോദിക്കണേ. CGL ടയറിന് 1 മുമ്പ് കവർ ആകുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 81 ഡേയ്സ് കവർ ചെയ്യുന്നത് അനുസരിച്ചിരിക്കും കേട്ടോ. അത് മാത്രമല്ല 81 ഡേയ്സിന് ശേഷം നമുക്ക് എക്സ്ട്രീം ബാച്ച് ഉണ്ട്. അതിനകത്താണ് ഈ പറയുന്ന GKയുടെ മിക്ക പോർഷൻസും നമ്മൾ പോകുന്നത്. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. നാളെ നമ്മൾ ഡേ 1 ആയിരിക്കും പോകുന്നത്. നാളെ ഡേ 1 ആണ് പോകുന്നത്. സോ ഡേ 1ന്റെ ക്ലാസ് കണ്ടു വെക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടില്ല, അടുത്ത ഒരു PPT കൂടെ ഉണ്ട്. ഇത് ഓക്കെ ആണോ? മാറ്റട്ടെ? ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഒന്നുകിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് ഞാൻ മാറ്റാൻ പോവാണ് കേട്ടോ. ഡിഗ്രി റിസൾട്ട്, അതായത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? നമുക്ക് ഇത് വേണം, മാർക്ക് വേണം. ഓക്കെ, അതുകൊണ്ട് മാർക്ക് ഇല്ലാതെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, നോക്കിക്കേ. സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞേ. ഓക്കെ, നോക്കിക്കേ. അടുത്ത എക്സാം ആണ് SSC സ്റ്റെനോഗ്രാഫർ കേട്ടോ. സ്റ്റെനോഗ്രാഫറിന് ഇത് കണ്ടോ? ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരുന്നില്ല? ഇവിടെ മാത്സിന്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നില്ല കണ്ടോ. അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റെനോയ്ക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അത് മാത്രമല്ല ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്കിൽ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്കിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ തന്നിരിക്കുന്ന സംഭവങ്ങളെല്ലാം എന്താണ്? ഇംഗ്ലീഷ്. ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് 50 ടൈം ഡ്യൂറേഷൻ തന്നിട്ടുണ്ട്. 50 മിനിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. സ്ക്രൈബിനാണെങ്കിൽ 20 എക്സ്ട്രാ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് D ഹിന്ദി. ഓക്കെ, സ്കിൽ ടെസ്റ്റ്. അതേപോലെ ഗ്രേഡ് Cക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, ഇങ്ങനെ 2 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതിന്റെ ടൈമും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, സ്റ്റെനോ പഠിക്കുമ്പം അവിടെ ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്ന ഒന്ന് ഇത് മാത്രമേ ഉള്ളൂ. ഈ കോഡിങ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതാണ് ഇവിടുത്തെ ഒരു സ്റ്റെനോയ്ക്കുള്ള ഒരു കുഴപ്പമെന്ന് പറയുന്നത് കേട്ടോ.
അപ്പോൾ അത് എക്സ്ട്രാ പേപ്പർ അതിന് വേണ്ടി പഠിക്കണം. ആ ഒരു കോഡ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് വേറെ കോഴ്സായിട്ട് തന്നെയുണ്ട്. ആ കോഴ്സ് 6 മന്തോ 1 ഇയർ കോഴ്സ് എങ്ങാണ്ടാണ്. അതെടുത്ത് പഠിച്ചാലേ പറ്റൂ. അത് നമ്മുടെ വരാന്ത റൈസിൽ ഇല്ല. ഓക്കെ. ആൻഡ് നോക്കിക്കേ, SSC ജൂനിയർ എഞ്ചിനീയർ ആണ്. അപ്പോൾ അവിടെ എന്താണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ തന്നെയാണ്. അവിടെ വരുമ്പോൾ നോക്കിക്കേ, അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ്, പിന്നെ ജനറൽ അവയർനെസ്, പിന്നെ അത് എന്താണ്, പിന്നെ എന്താണ്, എഞ്ചിനീയറിംഗ് അല്ലേ. അപ്പോൾ സിവിൽ ആൻഡ് സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കലിന് പിന്നെന്താ, ഏതാണ് നമ്മുടെ ഫീൽഡ് അതിൽ ഒരു പേപ്പർ എന്തായാലും കാണും. അത് 100 ക്വസ്റ്റ്യൻ 100 മാർക്ക് വെച്ചിട്ട്. ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് കൂടെ ചേർത്തിട്ട് 50 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. ടോട്ടൽ 2 മണിക്കൂറാണ് വരുന്നത്. ആൻഡ് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ട്. ഈ തന്നിരിക്കുന്ന അതേ ഒരു വിഷയത്തിൻ്റെ തന്നെ എക്സ്ട്രാ ഒരു 300 മാർക്കിൻ്റെ ഒരു പേപ്പറും കൂടി വരുന്നുണ്ട് കേട്ടോ. ഏത് ഫീൽഡാണോ, നമ്മുടെ ഫീൽഡ് ഏതാണോ, എഞ്ചിനീയറിംഗ് ഫീൽഡ് ഏതാണോ അതിൻ്റെ ഒരു പേപ്പറും കൂടി എക്സ്ട്രാ വരും. ഓക്കെ, അതാണ് SSC ജൂനിയർ എഞ്ചിനീയറിൽ വരുന്നത്. ഓക്കെ. അതേപോലെ കണ്ടോ, സിവിൽ എഞ്ചിനീയറിംഗിന് വേണ്ട ഈ 3 കൊടുത്തിട്ടുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. ഓക്കെ. അപ്പം അതിൽ അവരുടെ ആ ഒരു ടോപ്പിക്ക് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നോട്ട് ചെയ്ത് വെക്കുക. ഡിപ്ലോമ ആണെങ്കിൽ പറ്റും കേട്ടോ. ഡിപ്ലോമ പറ്റുവേ. അതായത് അതെന്ന് പറയുന്ന ഒരു മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് ഈ ഒരു എക്സാമിൽ. സോ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണ് എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് കേട്ടോ. ജൂനിയർ എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. സോ അത് പറ്റുന്നതായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ് എ, പാർട്ട് എ എന്ന് പറയുന്ന സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ പോർഷൻസ് കൊടുത്തിട്ടുണ്ട്. പാർട്ട് ബി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ പാർട്ട് സി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അടുത്ത നോക്കിക്കേ, സെലക്ഷൻ പോസ്റ്റ് ആണ്. സെലക്ഷൻ പോസ്റ്റ് ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവ് മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, 0.50 ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും സെയിം, ഇപ്പോൾ ഈ പറഞ്ഞ ടയർ 1 സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 60 മിനിറ്റിനാണ്. ആൻഡ് 80 മിനിറ്റ്സ് ആണ് ഫോർ എന്താണ് സ്ക്രൈബ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 80 മാർക്ക്, 20 എക്സ്ട്രാ വരും, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെലക്ഷൻ പോസ്റ്റിൽ വരുന്നത്. ഓക്കെ. അപ്പം ഇത്രയും കാര്യം ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ വേഗം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സാമിനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ്. സോ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. ഓക്കെ. ക്ലിയർ ചെയ്ത് വേഗം ജോലി മേടിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് തുടങ്ങുക. നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് അത് വെച്ച് നോക്കാതെ നിങ്ങളുടെ കൂടെയും നിങ്ങളുടെ സൈഡിലൂടെയും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോവുക. ഓക്കെ. മിനിമം പറ്റുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഒരു ഇത്ര മണിക്കൂറെങ്കിലും ഇരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അത് മാത്രമല്ല, മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ. മോക്ക് ടെസ്റ്റ് ഡെയിലി ഒരു മോക്കെങ്കിലും എടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. ഡെയിലി ഒരു മോക്ക് എടുക്കുക. മോക്ക് ചെയ്താൽ മാത്രം പോരാ, അനലൈസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഗസ് ചെയ്ത് വെക്കും അല്ലേ. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചിലപ്പം ഇതായിരിക്കും എന്ന് പറഞ്ഞ് കറക്കി കുത്തും. ചിലപ്പോൾ കറക്കി കുത്തുന്നത് കറക്റ്റ് ആയിരിക്കും അല്ലേ. പക്ഷെ അത് നമുക്ക് അറിയാവുന്ന വെച്ചിട്ട് ചെയ്തായിരിക്കത്തില്ലല്ലോ. അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ട് അത് അങ്ങനെ കറക്റ്റായി, അല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ സംഭവം എന്നൊക്കെ അതിനകത്ത് ആ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഡെയിലി ഒരു നമുക്ക് 8:20 വരെ ആയിരിക്കും ക്ലാസ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 7 തൊട്ട് 7:40 വരെയാണ്. 7:40 വരെ എന്ന് പറയുമ്പോൾ ഇനി ഇപ്പോൾ ഉള്ള സെഷൻ അല്ല, നമ്മുടെ മിക്കപ്പോഴും വരുന്ന 7 തൊട്ട് 7:40 വരെ ആയിരിക്കും ഫസ്റ്റ് സെഷൻ. ഇന്ന് നമ്മൾ പെയ്ഡ് ആണ് ഈ ഒരു സൂം എടുത്തിട്ടുള്ളത്. സോ 1 മന്തിന് ശേഷം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും വരുന്നത് കേട്ടോ. അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. സാധാരണ രീതി 7 to 7:40, പിന്നെ 7:40 തൊട്ട് 8:20 വരെ, അങ്ങനെ 40 മിനിറ്റ് 2 സെഷനാണ് പോകുന്നത്. ചിലപ്പോൾ നമ്മുടെ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ മാത്രം 8:20 തൊട്ട് ഒരു 40 മിനിറ്റിൻ്റെ ഒരു സെഷനും കൂടെ പോകും. അങ്ങനെ ഒരു മാക്സിമം 9 മണി വരെ, അതാണ് നമ്മുടെ ടൈം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അപ്പോൾ കറക്റ്റായിട്ട് നാളെ തൊട്ടാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ കറക്റ്റ് 7 മണിയാകുമ്പോൾ ലോഗിൻ ചെയ്യുക കേട്ടോ. ലോഗിൻ ചെയ്യുക. അത് മാത്രമല്ല, ലോഗിൻ ചെയ്തിട്ട് എന്താ ചെയ്യുക, മോക്ക് എടുക്കുമ്പോൾ ടയർ 1 ടയർ 2 ചെയ്യണോ അതോ ടയർ 2 വീക്ക്ലി വൺസ് ചെയ്താൽ
ടയർ 1 ടയർ 2 ടയർ 1 എങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക കേട്ടോ. ടയർ 2 കൂടെ ചെയ്ത് പോകുക, അല്ലെങ്കിൽ നമുക്കത് പിന്നീട് വരുമ്പം ലാസ്റ്റ് ആ സമയത്തിന് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് അതും കൂടി ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ മോക്ക് ചെയ്യുക, മോക്ക് എത്രത്തോളം മോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം മോക്ക് ചെയ്യുക, ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 0 ആയിരിക്കും മാർക്ക് വരുന്നത്. എങ്ങനെയായാലും നമ്മളല്ലേ മാർക്ക് കാണുന്നുള്ളൂ, വേറെ ആരും മാർക്ക് കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു പേടിയൊന്നും വേണ്ട, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഓരോ ഇപ്പം സെക്ഷണൽ വൈസ് ഞാൻ പറഞ്ഞല്ലോ, ആപ്പിന്റെ പേര് പറഞ്ഞല്ലോ, അപ്പൊ സെക്ഷണൽ വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ഉണ്ട്. അപ്പൊ പല രീതിയിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഏത് ടോപ്പിക്കിലാണോ നിങ്ങൾ വീക്ക്, ആ വീക്കായിട്ടുള്ള പോർഷൻസ് എടുത്ത് ഒന്നെങ്കിൽ യൂട്യൂബ് ചാനൽ ആ ടോപ്പിക് അടിച്ചു കൊടുക്കുക, മനസ്സിലായോ? അതിന്റെ കുറച്ച് ക്ലാസ് കാണാം. അപ്പൊ നമുക്കൊരു ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ് ആകും, അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ആ ഒരു ടോപ്പിക് നമുക്ക് പഠിച്ചു എന്ന് നമുക്ക് നല്ലൊരു ഓവർ കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങളൊരു ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് പോരാ, അത്രയും പോരാ, പഠിച്ചത് പോരാ, ഇനി നമ്മൾ അതിനെപ്പറ്റി പഠിക്കണം എന്ന് നമുക്ക് അന്നേരം മനസ്സിലാവും. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആപ്പിൽ കണ്ട ക്ലാസ് കണ്ടതിന് ശേഷം വേണം ലൈവ് കയറാൻ കേട്ടോ. എല്ലാവരും ആപ്പിലെ ക്ലാസ് കണ്ടിട്ട് വേണം ലൈവ് കയറാനായിട്ട്. വരാന്ത റേസിലും ഉണ്ട്, മോക്ക് വരാന്ത റേസിലും ഉണ്ട്, അല്ലാതെ നിങ്ങൾക്ക് വേറെ ആപ്പുകൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ റെക്കോർഡിങ്സ് വേണ്ടവർ ഇന്ന് തന്നെ 10:30 മുമ്പായിട്ട് ചോദിക്കുക കേട്ടോ. 10:30 മുമ്പായിട്ട് ചോദിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാരും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? റെക്കോർഡ് സെഷൻ ഒരു മിനിമം 10 ആണ് പറയുന്നത്. എന്തായാലും നാളെ ഡേ 1 ക്ലാസ് കണ്ടിട്ട് വേണം കയറാൻ കേട്ടോ. നാളെ ഡേ 1 കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നാളെ. ഓക്കെ, എന്തായിരുന്നു ലാസ്റ്റ് പറഞ്ഞേ? ലാസ്റ്റ് പറഞ്ഞ എന്താ ഉദ്ദേശിച്ചേ? എന്തിനെ പറ്റിയിട്ടാണ്? റെക്കോർഡ് സെഷൻ, അതായത് ഇപ്പൊ നമ്മൾ ലൈവ് പോയതിന്റെ റെക്കോർഡ് സെഷൻ നിങ്ങൾക്ക് വേണ്ടത് എന്നാണോ അത് ഡെയിലി. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് ആണെങ്കിൽ ഇന്ന് തന്നെ ചോദിക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വേണമെങ്കിൽ ഇന്ന് തന്നെ 10:30 മുമ്പായിട്ട് ചോദിക്കുക. ഓക്കെ, ലൈവ് റെക്കോർഡ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാൻ ഒരു കുഴപ്പമില്ല. ക്വസ്റ്റ്യൻസ് സിലബസിൽ നിന്നായിരിക്കും വരുന്നേ, അല്ലാതെ വരാൻ നമുക്ക് ഈ തന്നിരിക്കുന്ന പോർഷൻസിൽ നിന്നേ വരത്തുള്ളൂ, അല്ലാതെ നമുക്കൊന്നും വരത്തില്ല കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വേണ്ടവർ ചോദിച്ചാൽ മതി കേട്ടോ. SSC CGL എക്സാം വഴി തന്നെയാണ് കേട്ടോ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ പോസ്റ്റ് വരുന്നത് കേട്ടോ. ഡയറക്റ്റ് ആണ് വിളിക്കുന്നത് കേട്ടോ, ഡയറക്റ്റ് ആയിരിക്കും വിളിക്കുന്നത്. ഓക്കെ, ലൈവ് റെക്കോർഡ് സെഷൻ വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് സെപ്പറേറ്റ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർത്തോ. PDF ഷെയർ ചെയ്യത്തില്ല കേട്ടോ, PDF ഷെയർ ചെയ്യത്തില്ല. എനിക്കാണേ മെസ്സേജ് ചെയ്യണ്ടേ. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഗ്രൂപ്പിൽ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. നമ്പറൊക്കെ ഇട്ട് തരാം. എക്സാമിന്റെ കലണ്ടർ ഞാൻ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. ടയർ 1 മാത്രമേ ഉള്ളൂ MTS-ന് ഒരു എക്സാമേ ഉള്ളൂ, അത് പാസ്സായാൽ മതി. ഓക്കെ, ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി ഇത് ചോദിക്കാൻ മടിയുള്ളവര്
എന്തായാലും നിങ്ങൾ ഇതിൽ തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നാളെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യുക. നിങ്ങൾ എത്ര കാര്യം ആലോചിച്ചാൽ മതി, നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് നമുക്ക് ജോലി പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. സോ നിങ്ങളുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. സോ ഡൗട്ട് ചോദിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. സോ അങ്ങനെ ചോദിക്കുക, ഒരു മടിയും വിചാരിക്കേണ്ട, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊന്നും വിചാരിക്കരുത്, ചോദിക്കുക. അത് നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഇനി അഥവാ അങ്ങനെ ചോദിക്കാൻ മടിയുള്ളവർ എനിക്ക് സെപ്പറേറ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് സിലബസ് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ലൈവ് സെഷൻ മിസ്സാകുകയാണെങ്കിൽ റീസൺ പറയുക. റീസൺ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റെക്കോർഡ് സെഷൻ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, റീസൺ പറഞ്ഞാൽ മതി. അതായത് MTS 2 പാർട്ട് എന്ന് പറഞ്ഞാലേ, അതായത് ഒറ്റ എക്സാം ആണ് 2 സെക്ഷനായിട്ട്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 45 മിനിറ്റിന്റെ കഴിയുമ്പോൾ ആ ഒരു സെക്ഷൻ അങ്ങ് ഓഫ് ആവും, എന്നിട്ട് അടുത്ത സെക്ഷൻ വരും. മനസ്സിലായോ? അല്ലാതെ 2 എക്സാം ആയിട്ടല്ല വരുന്നത് കേട്ടോ. നാളത്തേക്ക് പ്രിപ്പയർ ആവുണ്ട്. നമ്മൾ നാളെ ടോപ്പിക് വൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ടോപ്പിക് വൈസ് ഡേ 1 ആണ് നാളെ പോകുന്നത്. ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ. ഡേ 1 ആയിരിക്കും പോകുന്നത്. CGL-ന്റെ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് 0.5 ആണ്. 0.5 ആയിരിക്കും വരുന്നത്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്കും നെഗറ്റീവ് 0.50 ആയിരിക്കും, 0.5 ആയിരിക്കും പോകുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഡേ ടോപ്പിക് വൈസ് നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അതിനകത്ത് എങ്ങനെയാണോ ക്ലാസ് നടക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ ലൈവിൽ പോകുന്നത്. ഓക്കെ, ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞില്ലേ, ആപ്പിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട് ആണെങ്കിൽ നിങ്ങളൊന്ന് അഡ്മിഷൻ ഓഫീസിൽ കോൺടാക്ട് ചെയ്താൽ മതിയേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ലൈവിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യിക്കുന്നത്. ആപ്പിൽ നമ്മൾ റെക്കോർഡ് സെഷൻ, അതായത് അതിനകത്താണ് തിയറി ഫുള്ള് പോകുന്നത്. ലൈവിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഈ തന്നിരിക്കുന്നത്, അതായത് റെക്കോർഡ് സെഷനിൽ എങ്ങനെയാണോ ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത് അതേ ഓർഡറിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തു പോവുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. സ്റ്റഡി മെറ്റീരിയൽ ഓർഡറിലായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എല്ലാ പോർഷൻസും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ, ചിലപ്പം തെറ്റ് വരാം, അതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പം വൈൻഡപ്പ് ചെയ്യാലോ? ഓക്കെ, താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോ എല്ലാവരും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ. The